കൗൺസിലിംഗ് സൈക്കോളജി എന്ന പേപ്പറിൽ യൂണിറ്റ് 6 ബിഹേവിയറൽ ആൻഡ് കോഗ്നിറ്റീവ് തെറാപ്പീസ് ഇൻ കൗൺസിലിംഗ് അതാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ 2 യൂണിറ്റിൽ സൈക്കോഡൈനാമിക് അപ്രോച്ച് ഇൻ കൗൺസിലിംഗ് അതുപോലെ എക്സിസ്റ്റൻഷ്യൽ ആൻഡ് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് ഇൻ കൗൺസിലിംഗ് ആണ് ഡിസ്കസ് ചെയ്തത്. ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് കീ ഐഡിയാസ് ബിഹൈൻഡ് ബിഹേവിയറൽ ആൻഡ് കോഗ്നിറ്റീവ് തെറാപ്പീസ്. ഈ ബിഹേവിയറൽ ആൻഡ് കോഗ്നിറ്റീവ് തെറാപ്പിയുടെ പ്രധാനപ്പെട്ട ഐഡിയകൾ എന്തൊക്കെയാണ്, എന്താണ് നമ്മളതിൽ ഫോക്കസ് ചെയ്യുന്നത്, അതുപോലെ ലേൺ ഹൗ ദീസ് തെറാപ്പീസ് ഡെവലപ്ഡ് ആൻഡ് ഹൗ ദേ വർക്ക്. ഈ തെറാപ്പി എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത്, എങ്ങനെയാണ് ഈ തെറാപ്പി നമ്മൾ സ്ട്രക്ചർ ചെയ്യുക, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. എക്സ്പ്ലോർ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ലൈക്ക് ബിഹേവിയർ തെറാപ്പി, ബിഹേവിയർ മോഡിഫിക്കേഷൻ, കോഗ്നിറ്റീവ് തെറാപ്പി ആൻഡ് RABT. അതുപോലെ നമ്മൾ ബിഹേവിയർ തെറാപ്പിയിൽ ഉള്ള പലതരം ടെക്നിക്കുകളുണ്ട്. അത് ബിഹേവിയർ മോഡിഫിക്കേഷൻ ഉണ്ട്, അതെങ്ങനെയാണ് ചെയ്യുക. കോഗ്നിറ്റീവ് തെറാപ്പി എന്താണ്, അതിലെ ടെക്നിക്സ് എന്താണ്. RABT അതിലെ ടെക്നിക്സ് എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യും. അതുപോലെ അണ്ടർസ്റ്റാൻഡ് ദ റോൾ ഓഫ് ക്ലയൻറ്റ്സ് ആൻഡ് കൗൺസിലേഴ്സ് ഇൻ ദീസ് തെറാപ്പീസ്. ഈ ബിഹേവിയറൽ തെറാപ്പി, അതുപോലെ കോഗ്നിറ്റീവ് തെറാപ്പി, CBT, RABT തുടങ്ങിയ തെറാപ്പികളിലൊക്കെ ഒരു ക്ലയൻറ്റിൻ്റെ റോൾ എന്താണ്, കൗൺസിലറുടെ റോൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിലെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ബിഹേവിയറൽ ആൻഡ് കോഗ്നിറ്റീവ് തെറാപ്പി എന്ന് പറയുമ്പോൾ ദീസ് തെറാപ്പീസ് ഫോക്കസ് ഓൺ വാട്ട് വി ഡു, that means our behavior, and what we think, that means our cognition. നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഓവേർട്ടായിട്ട് നമ്മളിൽ കാണുന്ന ബിഹേവിയർ എന്താണ്, അതുപോലെ എന്താണ് നമ്മൾ അതേക്കുറിച്ച് ചിന്തിക്കുന്നത്, കറൻ്റ്ലി നമ്മൾ എന്താണ്, നമ്മുടെ തോട്ട് പ്രോസസ്സ് എന്താണ്, ഈ 2 കാര്യത്തെയാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. ബിഹേവിയറൽ തെറാപ്പിയിലാകുമ്പോൾ ഓവേർട്ടായിട്ട് നമ്മൾ പുറമെ കാണുന്ന ബിഹേവിയറിന്, കോഗ്നിറ്റീവ് തെറാപ്പിയിലേക്ക് വരുമ്പോൾ എന്താണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ കറൻറ്റ് തോട്ട് എന്താണ്, അതിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ദ യൂസ് മെത്തേഡ്സ് ബേസ്ഡ് ഓൺ സയൻറ്റിഫിക് റിസർച്ച്. ഈ CBTയുടെ പ്രത്യേകത, അതായത് ബിഹേവിയറൽ തെറാപ്പി, കോഗ്നിറ്റീവ് തെറാപ്പി, ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള CBT, ഇതൊക്കെ സയൻറ്റിഫിക് റിസർച്ച് ബേസിസിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ബിഹേവിയറൽ അപ്രോച്ചിലും സൈക്കോ ഡൈനാമിക്കിലൊക്കെ സയൻറ്റിഫിക് അപ്രോച്ചിൻ്റെ ഒരു അഭാവം നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇത് കുറച്ചുകൂടി സ്ട്രക്ചേർഡാണ്, അതുപോലെ സയൻറ്റിഫിക് ബേസിസിലുള്ളതാണ്. സയൻറ്റിഫിക് ബേസിസ് എന്ന് പറയുമ്പോൾ ഈ തെറാപ്പി ഒരു ഡിസോർഡറിൽ സർട്ടൻ എമൗണ്ട് ഓഫ് ആളുകളിൽ ഇത് പരീക്ഷിച്ച് വിജയിച്ച് റിസൾട്ട് ഉണ്ടായ സാധനമാണ്. ഇപ്പോൾ CBT എന്ന് പറയുമ്പം ഡിപ്രഷനിൽ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മെത്തേഡാണ് CBT മെത്തേഡ്. അത് ഡിപ്രഷനുള്ള ഒരുപാട് പേഷ്യൻസിൽ ഈ CBT വർക്ക് ചെയ്യുകയും അപ്ലൈ ചെയ്യുകയും അതിൽ നല്ല മാറ്റം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ സയൻറ്റിഫിക് ബേസിസിലുള്ളതെന്ന് പറയാം. അങ്ങനെ സയൻറ്റിഫിക് റിസർച്ചിൻ്റെ ബേസിസിലുള്ള മെത്തേഡുകളാകുന്നു ഈ CBT ബിഹേവിയറലും കോഗ്നിറ്റീവ് തെറാപ്പിയിലൊക്കെ ഉള്ളത്. The goal is to reduce problems by changing behavior and thoughts. CBTയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കറൻ്റ്ലി നമ്മുടെ ബിഹേവിയർ എന്താണ്, തോട്ട്സ് എന്താണ്, അതിനെ ചേഞ്ച് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രോബ്ലം റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമുക്കറിയാം സൈക്കോഡൈനാമിക്കിലൊക്കെ നമ്മൾ അൺകോൺഷ്യസിൻ്റെ ഒരു പ്രാധാന്യമാണ് നോക്കിയത്. അൺകോൺഷ്യസ് മൈൻഡിൽ അടിഞ്ഞുകൂടി എന്തൊക്കെയോ ചില കാരണത്താലാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്വഭാവം കാണിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു അൺകോൺഷ്യസ് മൈൻഡിലുള്ള സാധനത്തെ പുറത്തെടുത്ത് അതിനെ മാറ്റിയെടുക്കുക, അതിൽ ആൾട്രേഷൻ കൊണ്ടുവരിക, അതിലൊരു ഇൻസൈറ്റ് കൊടുക്കുക എന്നുള്ളതായിരുന്നു നമ്മൾ അവിടെ നോക്കിയത്. പക്ഷേ നമുക്കെപ്പോഴും ഈ ഒരു അൺകോൺഷ്യസ് മൈൻഡിലുള്ള സാധനത്തെ കണ്ടെത്താൻ കഴിയില്ല. അതിനൊരു പ്രത്യേക മാനറൊന്നുമില്ല, പ്രത്യേക ടൂൾസൊന്നുമില്ല. പക്ഷേ ബിഹേവിയറൽ തെറാപ്പിയിലേക്ക് വരുമ്പോൾ പുറമെ എന്താണ് കാണുന്നത്, എന്താണ് അയാൾ ഇപ്പോൾ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ബിഹേവിയറിൽ എന്തൊക്കെ പ്രോബ്ലംസാണ് ഉള്ളത്, അതിനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. കോഗ്നിറ്റീവിൽ എന്താണ് അയാളുടെ കറൻറ്റ് തോട്ട് പാറ്റേൺ, അതിനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ ദേ ആർ ആക്ഷൻ ഓറിയൻറ്റഡ് ആൻഡ് വൈഡ്ലി യൂസ്ഡ് ഇൻ മോഡേൺ കൗൺസിലിംഗ്. ഇതൊക്കെ ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ഇപ്പോഴുള്ള പാറ്റേണിനെ ആൾട്ടർ ചെയ്തിട്ട് ചേഞ്ച് ചെയ്ത്
ആയിട്ടൊക്കെയാണ് നമ്മൾ. പിന്നെ ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മെത്തേഡാണ്. മോഡേൺ കൗൺസിലിങ്ങിൽ അധികവും യൂസ് ചെയ്യുന്നത് ബിഹേവിയറൽ ആൻഡ് കോഗ്നിറ്റീവ് തെറാപ്പി ആകുന്നു. ഈ ബിഹേവിയർ തെറാപ്പിയുടെ ഒരു എമർജൻസ് എന്ന് പറയുന്നത് ഇറ്റ് ബിഗാൻ ഇൻ ദി 1950s ആൻഡ് 60s. 1950 to 60 കാലയളവിലാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. എ റിയാക്ഷൻ ടു വാഗ്യൂ ആൻഡ് ലോങ് ടേം സൈക്കോ അനാലിസിസ്. നമുക്കറിയാം സൈക്കോ അനാലിസിസിലേക്ക് വരുമ്പോൾ അതിൽ പല അവ്യക്തതകളുണ്ട്. അത്ര നമുക്ക് ക്ലിയർ അല്ല, ഒരുപാട് നല്ല സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സംഗതിയല്ല. അതുപോലെ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു റിയാക്ഷൻ ആയിട്ടാണ്. അപ്പോൾ അതിലൊരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു തെറാപ്പി ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. ബേസ്ഡ് ഓൺ ദ വർക്ക് ഓഫ് പാവ്ലോവ്, ഇവാൻ പാവ്ലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ്, അതുപോലെ ബിയോ സ്കിന്നറുടെ ഓപ്പറൻ കണ്ടീഷനിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിന് ഫൗണ്ടർ എന്ന് പറയുന്നത് ജെബി വാട്സൺ ആണ്. ഏകദേശം അദ്ദേഹം ബിഹേവിയറിസം കണ്ടെത്തുന്നത് 1930s ജെബി വാട്സൺ അത് കൊണ്ടുവരുന്നത്. ആക്ച്വലി നമ്മൾ ഇവാൻ പാവ്ലോവ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു ന്യൂറോളജിസ്റ്റാണ്. ഒരു ഫിസിക്കൽ നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ കുറിച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം മൃഗങ്ങളിൽ ഈ ഒരു ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്ന ഒരു വർക്ക്, ഒരു എക്സ്പെരിമെൻ്റ് നടത്തുന്നത്. പിന്നീട് വാട്സൺ ആണ് അതിനൊരു സൈക്കോളജിയിലേക്കുള്ള ഒരു കോൺട്രിബ്യൂഷൻ ആക്കിയിട്ടൊക്കെ മാറ്റിയെടുക്കുന്നത്. അപ്പോൾ ഈ ബിഹേവിയർ തെറാപ്പിയിലുള്ള അസ്യൂംഷൻസ് എന്തൊക്കെയാണ്? എന്താണ് ഈ ബിഹേവിയർ തെറാപ്പി അസ്യൂം ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു കീ ഐഡിയാസ് എന്ന് പറയുന്നത് എന്താണ്? ബിഹേവിയർ ഈസ് ലേൺ സോ ഇറ്റ് ക്യാൻ ബി ചേഞ്ച്ഡ്. ഒരു ബിഹേവിയർ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും, അതുകൊണ്ട് തന്നെ അത് മാറ്റിയെടുക്കാനും പറ്റും. ഒരു ബിഹേവിയർ നമുക്ക് പഠിച്ചെടുക്കാനും പറ്റും, നമ്മളിലുള്ളൊരു ബിഹേവിയറിനെ ഇല്ലാതാക്കാനും പറ്റും. ലേൺ ചെയ്യാനും പറ്റും, അൺലേൺ ചെയ്യാനും പറ്റും. ഫോക്കസ് ഈസ് ഓൺ പ്രസൻറ്റ് ബിഹേവിയർ, നോട്ട് പാസ്റ്റ് കോസസ്. ഇപ്പോൾ എന്ത് ബിഹേവിയറാണ് അയാൾ കാണിക്കുന്നത് എന്നതിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്, അല്ലാതെ പാസ്റ്റിൽ അതിനെന്തെങ്കിലും കോസുകളുണ്ടോ ആ കോസിനെ അല്ല ട്രീറ്റ് ചെയ്യുന്നത്. മേ ബി അയാൾക്ക് ഒരു അഗ്രസീവായിട്ടുള്ള ബിഹേവിയർ പുറമേ കാണിക്കുന്ന ഈ ഒരു അഗ്രസീവ് ബിഹേവിയർ ഉണ്ടായതിൻ്റെ പിന്നിൽ ഒരു കാരണം ഉണ്ടാകും. പക്ഷെ ആ പിന്നിലുള്ള കാരണത്തെ അല്ല ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, അയാൾ ഇപ്പോൾ കാണിക്കുന്ന അഗ്രഷനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ പ്രോഗ്രസ് ക്യാൻ ബി മെഷേർഡ് ഒബ്ജക്റ്റീവ്ലി, നമുക്കിത് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ബിഹേവിയർ ഈസ് എ റിസൾട്ട് ഓഫ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്, ഇൻറ്റേർണൽ കോഗ്നിഷൻസ് ആൻഡ് അതർ മെൻ്റൽ പ്രോസസ്സസ് സച്ച് ആസ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ബിലീവ്സ്. നമ്മളൊരു ബിഹേവിയർ എന്ന് പറയുന്നത്, പുറമേ കാണുന്ന നമ്മുടെ ഈ ഒരു ബിഹേവിയർ എന്ന് പറയുന്നത് നമ്മുടെ ഇൻറ്റേർണൽ കോഗ്നിഷൻസിൻ്റെയും ആറ്റിറ്റ്യൂഡ്, ബിലീഫ് പോലെയുള്ള മെൻ്റൽ പ്രോസസ്സുകളുടെയൊക്കെ ഒരു റിസൾട്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ യൂസിങ് ലേണിംഗ് തിയറീസ് ആർ എ വാലിഡ് മെത്തേഡ് ടു ബ്രിങ് എബൌട്ട് സിഗ്നിഫിക്കൻറ്റ് ആൻഡ് ലാസ്റ്റിംഗ് സൈക്കോളജിക്കൽ ചേഞ്ചസ്. നമ്മൾ ഈ ലേണിംഗ് തിയറീസ് യൂസ് ചെയ്തിട്ട്, ഇപ്പോൾ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൻ്റെ ബേസിസ് അല്ലെങ്കിൽ ഓപ്പറൻ കണ്ടീഷനിങ്ങിൻ്റെ ബേസിസിൽ നമ്മൾ ലേണിംഗ് പ്രിൻസിപ്പിൾസിനെയൊക്കെ നമ്മൾ ബിഹേവിയറിലേക്ക് അപ്ലൈ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരു ലാസ്റ്റിംഗ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് പറയുന്നത്. The client plays an active role in decreasing his or her psychological distress by learning new ways of coping and self-management. ക്ലയൻറ്റ് അയാളുടെ സൈക്കോളജിക്കൽ ഡിസ്ട്രെസ്സിനെ കുറക്കാൻ വേണ്ടിയിട്ട് ഒരു ആക്റ്റീവ് റോൾ എടുക്കേണ്ടതുണ്ട്. അയാൾ ഇതുവരെ കാണിച്ചുകൊണ്ടിരുന്ന ബിഹേവിയർ, ഒരു കോപ്പിംഗ് മെക്കാനിസം, ഒരു സെൽഫ് മാനേജ്മെൻറ്റ് മെത്തേഡ്സ്, സ്റ്റൈൽസൊക്കെ ഉണ്ടാകും. അതിനെ മാറ്റിയിട്ട് അയാൾ തന്നെ എഫേർട്ട് എടുക്കണം, നല്ല ആക്റ്റീവ് റോൾ എടുക്കണം, നന്നായിട്ട് എഫേർട്ട് എടുത്ത് ഈ ഒരു ബിഹേവിയറിനെ മാറ്റാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം. അങ്ങനെ ഒരു ആക്റ്റീവ് റോൾ എടുക്കുന്നതിലൂടെയാണ് അയാളുടെ സൈക്കോളജിക്കൽ ഡിസ്ട്രെസ് കുറഞ്ഞു വരുന്നത്. അതുപോലെ എഫക്റ്റീവ്നെസ് ഓഫ് തെറാപ്പി ഈസ് മെഷറബിൾ യൂസിങ് എംപിരിക്കൽ മെത്തേഡ്സ്. ദറ്റ് മീൻസ് ഇമ്പാക്റ്റ് ഓഫ് തെറാപ്പി ഓൺ ദ ക്ലയൻറ്റ് ക്യാൻ ബി മെഷേർഡ് യൂസിങ് സ്റ്റാൻഡർഡൈസ്ഡ് സൈക്കോളജിക്കൽ ടൂൾസ്. നമുക്കിത് മെഷറബിൾ ആണ്, ഇയാൾക്ക് എത്രത്തോളം മാറ്റമുണ്ടായി എന്നൊക്കെ നമുക്ക് ഒബ്ജക്റ്റീവായിട്ട് തന്നെ മെഷർ ചെയ്യാൻ പറ്റും, എത്ര മാറ്റമാണ് ഉണ്ടായത് എന്നുള്ളത്. അങ്ങനെ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് സൈക്കോളജിക്കൽ ടൂൾസൊക്കെ യൂസ് ചെയ്തിട്ട് എത്രത്തോളം മാറ്റം ഈ തെറാപ്പി വഴി ഉണ്ടായി എന്ന് മെഷർ ചെയ്യാൻ പറ്റും. Success of therapy is marked by translation of therapeutic goals to real life situation.
not just reproducing them during sessions or having knowledge and insight regarding them. നമ്മൾ തെറാപ്യൂട്ടിക് ഗോൾസ് ഉണ്ടാക്കും. നമ്മുടെ അടുത്ത് മുന്നിൽ ഒരു ക്ലയൻറ്റ് വന്നിരിക്കുന്നു, ആ ക്ലയൻറ്റിൽ നമ്മൾ തെറാപ്യൂട്ടിക് ഗോൾസൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നു. ആ തെറാപ്യൂട്ടിക് ഗോൾസ് വെച്ചിട്ട് നമ്മൾ ഒരു ബിഹേവിയറിനെ നമ്മൾ പുതുതായിട്ട് പഠിപ്പിക്കുകയെന്ന് വിചാരിക്കുക. നമ്മുടെ സെഷനിൽ വന്നിരുന്ന് നമ്മൾ ഡെമോസൊക്കെ കാണിച്ചെടുത്ത് റോൾ പ്ലേ ഒക്കെ ചെയ്യിപ്പിച്ച് നമ്മളത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ മാത്രം പോരാ, മറിച്ച് അതിനെ ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരണം. ഇപ്പം നമ്മുടെ തെറാപ്യൂട്ടിക് റൂമിൽ, നമ്മുടെ കൗൺസിലിംഗ് റൂമിൽ വന്നിരുന്ന അയാൾ അതെല്ലാം ചെയ്താൽ മാത്രം പോരാ, മറിച്ച് അയാളുടെ റിയൽ ലൈഫ് സിറ്റുവേഷൻസിലേക്ക് കൂടി അതിനെ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. The therapeutic goals can only be reached if the client has a self-efficacy. That means has faith that change is possible and that she is capable of bringing about that change. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഈ തെറാപ്യൂട്ടിക് ഗോൾസ്, അതായത് നമ്മൾ ചില ടെക്നിക്കുകളൊക്കെ യൂസ് ചെയ്തിട്ട് അയാളുടെ ബിഹേവിയറിന് ചിലതിനെ ലേൺ ചെയ്യുന്നു അല്ലെങ്കിൽ അൺലേൺ ചെയ്യിപ്പിക്കുന്നു. ഈ ഒരു പ്രോസസ്സിൽ ഈ ക്ലയൻറ്റിന് ഒരു സെൽഫ് എഫിക്കസി വേണം. അതായത് ഞാനിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് മാറ്റം ഉണ്ടാകും, ഇങ്ങനെ എൻ്റെ ബിഹേവിയറിനെ മാറ്റിക്കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു സൈക്കോളജിക്കൽ ഡിസ്ട്രെസ് കുറഞ്ഞു വരുമെന്നൊരു വിശ്വാസം ഉണ്ടാകണം. മാറ്റം ഇതിലൂടെ എനിക്ക് പോസിബിൾ ആണ് എന്നൊരു വിശ്വാസം അയാളുടെ ഉള്ളിൽ ഉണ്ടാവണം. അതുപോലെ ഈ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു കപ്പാസിറ്റി ഇയാൾക്ക് ഉണ്ടാവണം. ഒരു സർട്ടൻ ഒരു കപ്പാസിറ്റി വേണമല്ലോ. നമ്മൾ ഒരു ബോധപൂർവം നമ്മുടെ ഒരു ബിഹേവിയറിനെ മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാവേണ്ടി വരും. അതുപോലെ സൈക്കോളജിക്കൽ അലൈൻമെൻറ്റ്സ് ആർ നോട്ട് ഡിസോർഡേഴ്സ് ബട്ട് പ്രോബ്ലംസ് ഇൻ ലിവിങ്. ഇപ്പോൾ നമ്മൾ ഈ സൈക്കോളജിക്കൽ ഡിസ്ട്രെസ് നമുക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ അതെല്ലാം ഒരു ഡിസോർഡറൊന്നും അല്ല. ചിലപ്പോൾ നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു തരം പ്രോബ്ലംസ് ഇൻ ലിവിങ് ആവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ബിഹേവിയർ ഈ പാറ്റേൺസിലൊക്കെ മാറ്റുന്നതിലൂടെ, നമ്മൾ തോട്ട്സിനെയൊക്കെ മാറ്റുന്നതിലൂടെ ആ ഒരു പ്രശ്നം ഇല്ലാണ്ടായി മാറാം. തെറാപ്യൂട്ടിക് ഇൻ്റർവെൻഷൻസ് ആൻഡ് ടെക്നിക്സ് ആർ ഇൻ യൂണിവേഴ്സൽ ആൻഡ് മസ്റ്റ് ബി ടൈലേർഡ് to the needs of each client and their presenting problems. നമ്മൾ ചില ബിഹേവിയർ തെറാപ്പിയുടെ ചില ടെക്നിക്സുകളൊക്കെ പഠിച്ചു, അല്ലെങ്കിൽ കോഗ്നിറ്റീവ് തെറാപ്പിയുടെ ചില ടെക്നിക്സൊക്കെ പഠിച്ചു. നമ്മൾ ഒരു ഡിപ്രഷനുള്ള ഒരു പേഷ്യൻറ്റ് നമ്മളെടുത്ത് വന്നു കഴിഞ്ഞാൽ അയാളിൽ CBT ആണ് ചെയ്യേണ്ടത്, ഡിപ്രഷൻ കുറക്കാൻ വേണ്ടിയിട്ട് CBTയുടെ ഇന്ന ടെക്നിക്കുകളൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇങ്ങനെ തിയറി പഠിച്ചു പോയിട്ട് നമ്മുടെ മുമ്പിലുള്ള ക്ലയൻറ്റിനെ നമുക്കൊരിക്കലും ട്രീറ്റ് ചെയ്യാൻ കഴിയൂല. അപ്പോൾ ബിഹേവിയറൽ ഇൻ്റർവെൻഷൻസ് നമ്മൾ കൊണ്ടുവരുമ്പോൾ ആ പേഴ്സണിന് ടൈലർ ചെയ്തിട്ടായിരിക്കണം ഉണ്ടാവേണ്ടത്. അപ്പോൾ നമ്മൾ പഠിച്ച ഒരു റെഡിമെയ്ഡ് സാധനം കൊടുക്കുകയല്ല. പനിയുമായിട്ട് വരുന്ന എല്ലാവർക്കും പാരസിറ്റമോൾ എഴുതി കൊടുക്കുക എന്ന് പറഞ്ഞതുപോലൊരു മെത്തേഡ് നമുക്ക് ഈ ഒരു കൗൺസിലിങ്ങിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പേഴ്സൺ ടു പേഴ്സൺ, ക്ലയൻറ്റ് ടു ക്ലയൻറ്റ് ഇതിൽ ഡിഫറൻസ് ഉണ്ടാകും. ആ ക്ലയൻറ്റിൻ്റെ നീഡ് എന്താണ്, അയാളുടെ പ്രസൻറ്റിങ് പ്രോബ്ലം എന്താണ്, അയാളിൽ ഇത് എത്രത്തോളം വർക്ക് ചെയ്യും. ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ അയാൾക്ക് ആ ഒരു ലെവലിൽ കൊടുക്കാം. അത് തീരെ എഡ്യൂക്കേഷൻ ഇല്ലാത്ത ഒരാളാണെങ്കിൽ അയാളുടെ ഒരു ലെവലിലേക്ക് ഇറങ്ങി ചെന്നിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അയാളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിലൊരു യൂണിവേഴ്സൽ മെത്തേഡൊന്നുമില്ല. ഓരോരുത്തരിലും നമ്മൾ മാറ്റങ്ങൾ വരുത്തിയിട്ട് ഓരോ പേഴ്സൺ ടു പേഴ്സൺ ആയിട്ടായിരിക്കണം നമ്മളിത് ചെയ്യേണ്ടത്. ഇതൊക്കെയാണ് ബിഹേവിയറൽ തെറാപ്പിയുടെ ഒരു അസ്യൂംഷൻസ് എന്ന് പറയുന്നത്. ഇനി ബിഹേവിയറൽ തെറാപ്പിയുടെ ഒരു തിയററ്റിക്കൽ ഫ്രെയിംവർക്സിലേക്ക് വരുമ്പോൾ അത് ക്ലാസിക്കൽ കണ്ടീഷനിങ് ഉണ്ട്. ഇവാൻ പാവ്ലോവ് ഡോഗുകളിൽ നടത്തിയൊരു പരീക്ഷണമാണത്. അതുപോലെ ഓപ്പറൻ്റ് കണ്ടീഷനിങ് ഉണ്ട്, ലേണിംഗ് ത്രൂ റിവാർഡ്സ് ഓർ പണിഷ്മെൻറ്റ്സ്, അതാണ് BF സ്കിന്നർ കൊണ്ടുവന്നത്. പിന്നെ സോഷ്യൽ ലേണിംഗ് തിയറി, ലേണിംഗ് ബൈ ഒബ്സർവിങ് അതേഴ്സ്, ആൽബർട്ട് ബണ്ടൂർ കൊണ്ടുവന്നതാണ്. ഈ തിയറിയുടെ ചെറിയൊരു ഓവർവ്യൂ പറയാം. ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുമ്പോൾ ലേണിംഗ് ബൈ അസോസിയേഷൻ ആണ്. നമ്മളൊരു അൺകണ്ടീഷണൽ സ്റ്റിമുലസിനെയും പിന്നെ ഒരു കണ്ടീഷൻഡ് സ്റ്റിമുലസിനെയും നമ്മൾ എന്ത് ചെയ്യാണ്, പെയർ ചെയ്തിട്ട് ഒരു കണ്ടീഷൻ റെസ്പോൺസ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇതിലൊരു കീ ടേംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺകണ്ടീഷണൽ സ്റ്റിമുലസ്, അൺകണ്ടീഷണൽ റെസ്പോൺസ്, കണ്ടീഷൻ സ്റ്റിമുലസ്, കണ്ടീഷൻ റെസ്പോൺസ്,
ന്യൂട്രൽ സ്റ്റിമുലസ്, ഇങ്ങനെ കുറേ ടേംസ് നമ്മളിതിൽ പഠിച്ചിട്ടുണ്ടാവും. ഓൾറെഡി നമ്മൾ പഠിച്ച തിയറി ആയതുകൊണ്ട് തന്നെ നമ്മളതിൽ ഒരുപാട് ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയുള്ളൂ. അതായത് അൺകണ്ടീഷൻ സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലേൺ ചെയ്ത് എടുക്കേണ്ടതില്ലാത്ത സ്റ്റിമുലസ്, നമുക്കത് പ്രത്യേകിച്ച് പഠിക്കേണ്ടതൊന്നുമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിൽ ഉള്ളതാണ്. അതായത് ഫുഡ് കാണുകയാണ്, ഈ ഫുഡ് കണ്ടാൽ നമുക്ക് അറിയാതെ ഒരു റെസ്പോൺസ് ഉണ്ടാകും അല്ലേ, സലൈവേഷന്. നല്ല ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിലൂടെ പോകുമ്പോൾ നല്ല ഒരു ഫുഡിൻ്റെ സ്മെല്ല് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അറിയാതെ നമ്മുടെ വായിൽ ഇങ്ങനെ വെള്ളം വരും. അല്ല നല്ല ഉപ്പിലിട്ട മാംഗോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണുന്ന അച്ചാറൊക്കെ കാണുമ്പോൾ തന്നെ അറിയാതെ നമ്മുടെ ഒരു സലൈവേഷൻ നമുക്കുണ്ടാകും. അപ്പോൾ അത് അൺകണ്ടീഷണൽ റെസ്പോൺസാണ്. അപ്പോൾ അൺകണ്ടീഷണൽ സ്റ്റിമുലസ് ഇവിടെ ഫുഡാണ്. ഈ ഒരു അൺകണ്ടീഷണൽ സ്റ്റിമുലസിനോട് നമുക്ക് ഒരു അൺകണ്ടീഷണൽ റെസ്പോൺസ്, അതായത് ഒരു സലൈവേഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടാകും. നമ്മൾ ഈ ഒരു ക്ലാസിക്കൽ കണ്ടീഷൻ തിയറി വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ അൺകണ്ടീഷണൽ സ്റ്റിമുലസിൻ്റെ കൂടെ നമ്മൾ ഒരു കണ്ടീഷൻ്റെ സ്റ്റിമുലസ് കൂടി കൊടുക്കും, അതായത് ബെല്ലടിക്കും. ഫുഡ് കൊടുക്കുന്നു, കൂടെ ബെല്ലടിക്കുന്നു, ഫുഡ് കൊടുക്കുന്നു, ബെല്ലടിക്കുന്നു. അപ്പോൾ ഈ അൺകണ്ടീഷണൽ സ്റ്റിമുലസിനെയും കണ്ടീഷൻ്റെ സ്റ്റിമുലസിനെയും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, പെയർ ചെയ്യുന്നു. അത് രണ്ടും കൂടി പെയർ ചെയ്യുമ്പോൾ അവിടെ ഒരു അൺകണ്ടീഷണൽ റെസ്പോൺസ് തന്നെ, അതായത് സലൈവേഷൻ ഉണ്ടാകുന്നു. അങ്ങനെ ഇത് നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ് നമ്മളിങ്ങനെ കൊടുക്കുന്നതിലോട് കൊടുക്കുകയാണ്. എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ അൺകണ്ടീഷണൽ സ്റ്റിമുലസ് ആയിട്ട് ഈ ഫുഡിനെ നമ്മൾ ഇവിടുന്ന് മാറ്റുന്നു. വെറും ഈ ഒരു കണ്ടീഷൻ്റെ സ്റ്റിമുലസ്, അതായത് ഈ ബെല്ല് മാത്രം അടിക്കുമ്പോഴും ആ ഡോഗ് സലൈവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം ഈ ഒരു കണ്ടീഷൻ്റെ സ്റ്റിമുലസിനോട് ഒരു കണ്ടീഷൻ്റെ റെസ്പോൺസ് ഇവിടെ ഉണ്ടാക്കിയെടുത്തു അല്ലേ. അപ്പോൾ ഇങ്ങനെ ഈ ബെല്ല് നമ്മൾ ഫസ്റ്റ് അടിക്കുന്ന സമയത്ത് അതൊരു ന്യൂട്രൽ സ്റ്റിമുലസ് ആയിരുന്നു. പിന്നെ ഫുഡിനോട് കൂടിയിട്ട് കമ്പൈൻ ചെയ്തപ്പോഴാണ് അതിലൊരു കണ്ടീഷൻ്റെ റെസ്പോൺസ് ഉണ്ടായത്. ഇങ്ങനെ നമ്മൾക്ക് വേണമെങ്കിൽ ഏത് ബിഹേവിയറിനെയും പരസ്പരം പെയർ ചെയ്തുകൊണ്ട് റെസ്പോൺസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ലേൺ ചെയ്തെടുക്കാൻ പറ്റും എന്നാണ് ഇവാൻ പാവ്ലോവ് പറയുന്നത്. ഇനി നമ്മൾ ഈ ഒരു ആൽക്കഹോളിക് പേഷ്യൻസിലൊക്കെ, നമ്മൾ ഈ സബ്സ്റ്റൻസ് അബ്യൂസ് ഉള്ള പേഷ്യൻസിലൊക്കെ ക്ലയൻസിൽ നമ്മൾ ചെയ്യുന്നൊരു മെത്തേഡ് ഇതാണ്. അവിടെ നമ്മൾ പെയർ ചെയ്യാണ്, ഒരു അവേഴ്സീവായിട്ടുള്ള ഒരു സ്റ്റിമുലസിനെ നമ്മളിവിടെ ആഡ് ചെയ്യും. അതായത് ആൽക്കഹോളിക്കിൽ നമ്മൾ എന്ത് ചെയ്യും, ചെറിയ എന്തെങ്കിലും കെമിക്കൽ കണ്ടൻസ് ആഡ് ചെയ്യും. അപ്പോൾ ഈ ആൽക്കഹോൾ അയാൾക്ക് കൊടുക്കുമ്പോൾ അയാളത് കുടിക്കും. അപ്പോൾ ഈ കെമിക്കൽ കണ്ടൻറ്റ് ആഡ് ചെയ്തതുകൊണ്ട് തന്നെ അയാൾ വോമിറ്റ് ചെയ്യും. അപ്പോൾ എപ്പോഴേക്കും അത് കൊടുക്കുന്നു ആ സമയത്തൊക്കെ അയാൾ എന്ത് ചെയ്യുന്നതാണ്, പിന്നെ വോമിറ്റ് ചെയ്യും. അങ്ങനെ അയാൾ അതിനോട് കണ്ടീഷൻ ഉണ്ടാക്കും. ഒരുപാട് സമയം ഇങ്ങനെ കൊടുത്ത് അയാൾക്ക് ആ ഒരു വോമിറ്റിങ് കണ്ട് പിന്നെ അയാൾക്ക് ആൽക്കഹോൾ എന്ന് കേൾക്കുമ്പോഴേക്കും അയാൾക്ക് എന്ത് ചെയ്യും, വോമിറ്റ് ചെയ്യുന്നൊരവസ്ഥ വരും. അങ്ങനെ ഈ അയാൾക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു സ്റ്റിമുലസുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു അവേഴ്സീവ് ആയിട്ടുള്ള സംഗതിയെ നമ്മൾ പെയർ ചെയ്ത് കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ കണ്ടീഷൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ശരിക്കും കണ്ടീഷൻ്റെ സ്റ്റിമുലസ് എന്ന് പറയുന്നത് ആൽക്കഹോളാണ്. അതുപോലെ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയുന്നത് കെമിക്കൽ കോമ്പൗണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു കെമിക്കൽ കണ്ടൻ്റാണ്. അതായത് ഈ ഒരു കെമിക്കൽ കണ്ടൻറ്റ് എന്ന് പറയുന്ന സാധനം എല്ലാ സമയത്തും വോമിറ്റിംഗ് ഉണ്ടാക്കുന്ന സാധനമാണ്. അതിനാണ് നമ്മൾ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ പ്രത്യേകം ലേൺ ചെയ്തെടുക്കേണ്ടതില്ല അല്ലേ. ഒരു കെമിക്കൽ കണ്ടൻറ്റ് എപ്പോഴൊക്കെ നമ്മൾ ഫുഡിൽ ആഡ് ചെയ്തോ അപ്പോഴേക്കെ നമ്മൾ എന്ത് ചെയ്യും, വോമിറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് ലേൺ ചെയ്തെടുക്കേണ്ടതില്ലാത്ത ഒരു സ്റ്റിമുലസിനെയാണ് നമ്മൾ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആയിട്ട് പറയുന്നത്. പക്ഷെ ഇവിടെ കണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയുന്നത് ആൽക്കഹോളാണ്. ഇനി നമ്മൾ ഇതുപോലെ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പോൾ കീമോ പേഷ്യൻസിന് ചിലപ്പോൾ ഹോസ്പിറ്റൽ കാണുമ്പോൾ തന്നെ അയാൾ വോമിറ്റ് ചെയ്യും. അങ്ങനെയുള്ളതിൽ നമ്മൾ കണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയുന്നത് ശരിക്കും ഹോസ്പിറ്റലാണ്. അതായത് അവേർഷൻ ടു ഹോസ്പിറ്റൽ, അതാണ് കണ്ടീഷൻഡ് റെസ്പോൺസ് ആയിട്ട് ഇവിടെ വരുന്നത്. ഇവിടെ അൺകണ്ടീഷണൽ സ്റ്റിമുലസ് എന്ന് പറയുന്നത് കീമോ ആണ്. ആ കീമോ എപ്പോഴൊക്കെ ചെയ്യുമ്പോഴും നമുക്കൊരു വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാക്കും. അപ്പോൾ ആ കീമോ എല്ലാ സമയത്തും എടുത്താലും വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാകും. അതാണ് ഇവിടെ അൺകണ്ടീഷണൽ സ്റ്റിമുലസ് എന്ന് പറയുന്നത്. അതിലേക്ക് ഹോസ്പിറ്റൽ കമ്പൈൻ ചെയ്ത് വരികയാണ്. അപ്പോൾ അത് കണ്ടീഷണൽ സ്റ്റിമുലസ് ആണ്. അപ്പോൾ ഹോസ്പിറ്റൽ കാണുമ്പോഴേക്ക് നമുക്കൊരു അവേർഷൻ ഉണ്ടാകുന്നതാണ് കണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറയുന്നത്. അതുപോലെ ഇഷ്ടമുള്ള ഫുഡ് നമ്മൾ കഴിച്ചു, നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ കഴിച്ചതായിരുന്നു, പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു, വോമിറ്റ് ചെയ്യുന്നു. ആ വോമിറ്റ് ചെയ്തപ്പോൾ ശരിക്കും ആ ഫുഡ് കേട് വന്നതായിരുന്നു, അതിൽ എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിട്ടാണ് നമ്മൾ വോമിറ്റ് ചെയ്തത്.
പക്ഷേ പിന്നെ ആ ഫുഡ് കാണുമ്പോഴേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, വോമിറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഫുഡാണ് ഇവിടുത്തെ കണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയുന്നത്. ആ കേടുവന്ന കണ്ടൻറ്റ്, ആ ഫുഡ് കേടുവരുത്തിയതായിട്ടുള്ള ഒരു കണ്ടൻറ്റ് ഉണ്ടാവില്ലേ, ആ കണ്ടൻറ്റാണ് ഇവിടെ അൺകണ്ടീഷണൽ സ്റ്റിമുലസ് എന്ന് പറയുന്നത്. ഇവിടെ വോമിറ്റിംഗ് ആണ് കണ്ടീഷൻഡ് റെസ്പോൺസ് ആയിട്ട് വന്നത്. ഇങ്ങനെ ഒരുപാട് റിയൽ ലൈഫ് എക്സാമ്പിൾസ് നമുക്കിതിൽ കാണാൻ പറ്റും ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരാളെ പഠിപ്പിച്ചെടുക്കാനും അൺലേൺ ചെയ്യിപ്പിക്കാനൊക്കെ നമുക്ക് ഇതുപോലെ പെയർ ചെയ്താൽ കഴിയും എന്നാണ് ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൻ്റെ ബേസിസിൽ പറയുന്നത്. ഇനി നമ്മളിത് കൃത്യമായിട്ട് തിയററ്റിക്കൽ ബേസ് മനസ്സിലാക്കണം. എന്നാലാണ് നമ്മളിനി ബിഹേവിയറൽ മോഡിഫിക്കേഷനും ഈ ബിഹേവിയറൽ ടെക്നിക്കുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കിത് കൃത്യമായിട്ട് പെയർ ചെയ്യാൻ കഴിയുള്ളൂ. നമ്മുടെ മുമ്പിൽ വന്ന ഒരു ക്ലയൻറ്റിൻ്റെ അടുത്തുള്ള സൈക്കോളജിക്കൽ ഡിസ്ട്രെസ് എന്താണെന്ന് മനസ്സിലാക്കി അയാളിൽ ചേഞ്ച് കൊണ്ടുവരേണ്ട ബിഹേവിയർ എന്താണെന്ന് മനസ്സിലാക്കി അതിനെ ഒരു ബിഹേവിയറിനെ റിമൂവ് ചെയ്യണോ വേണ്ടത്, ഒരു ബിഹേവിയർ അയാൾക്ക് പുതുതായിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണോ വേണ്ടതെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് പെയർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ബി.എഫ്. സ്കിന്നറുടെ ഒപ്പറൻ്റ് കണ്ടീഷനിങ് ആണ്. 1953 ബി.എഫ്. സ്കിന്നറാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് റിവാർഡുകൾ കൊടുത്ത് അല്ലെങ്കിൽ പണിഷ്മെൻറ്റ് കൊടുത്ത് നമ്മളൊരു ബിഹേവിയർ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ സാധാരണ നമ്മളെപ്പോഴും ഡെയിലി ലൈഫിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. കുട്ടിയിൽ ഒരു ബിഹേവിയർ ഉണ്ടാവണമെന്ന് വിചാരിക്കുക. കുട്ടി ഒരു നല്ല കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു റിവാർഡ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു പണിഷ്മെൻറ്റ് കൊടുക്കുന്നു. അപ്പോൾ നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ റിവാർഡ് എന്ന് പറയുമ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റും ഉണ്ട്, പണിഷ്മെൻറ്റും ഉണ്ട്. ഈ റീഇൻഫോഴ്സ്മെൻറ്റിൽ പണിഷ്മെൻറ്റിലും തന്നെ പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവും റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവും അങ്ങനെ നമ്മൾ വിചാരിക്കരുത്. രണ്ടിലും പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. ഇവിടെ പോസിറ്റീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആഡിങ് എന്നാണ്. ചിലതിനെ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ പോസിറ്റീവ് എന്ന് പറയാം. അത് ആഡ് ചെയ്തുകൊണ്ട് കൊടുക്കുന്ന ഒരു റീഇൻഫോഴ്സ്മെൻ്റ് ആണെങ്കിൽ നമുക്കതിനെ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയാം. അതുപോലെ നമ്മൾ ഒരു ഡിസ്പ്ലേസിങ് ആയിട്ടുള്ളൊരു സംഭവത്തിനെ ആഡ് ചെയ്തുകൊണ്ട് കൊടുക്കുന്ന പണിഷ്മെൻറ്റിനെയാണ് നമ്മൾ പോസിറ്റീവ് പണിഷ്മെൻറ്റ് എന്ന് പറയാം. അതുപോലെ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുമ്പം ഡിസ്പ്ലേസിങ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവത്തിനെ റിമൂവ് ചെയ്തുകൊണ്ട് ഡിസ്പ്ലേസിങ് ആയിട്ടുള്ള ഒരു കാര്യത്തെ നമ്മൾ റിമൂവ് ചെയ്യുന്നതിനെയാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയാം. അതുപോലെ പ്ലേസിങ് ആയിട്ടുള്ള സംതിങ്ങിനെ റിമൂവ് ചെയ്യുന്നതിനെയാണ് പണിഷ്മെൻറ്റ്, നെഗറ്റീവ് പണിഷ്മെൻറ്റ് എന്ന് പറയാം. ഓക്കെ, ഒന്നുകൂടി പറയാം. ആഡിങ് സം പ്ലഷറബിൾ തിങ് ടു റിവാർഡ് ഇൻഡിവിജ്വൽ, അതാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. അതുപോലെ റിമൂവിങ് സംതിങ് ഡിസ്പ്ലേസിങ് ടു റിവാർഡ് ദ ഇൻഡിവിജ്വൽ, അതാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. ഇനി ആഡിങ് സംതിങ് ഡിസ്പ്ലേസിങ്, അതാണ് പോസിറ്റീവ് പണിഷ്മെൻറ്റ്. റിമൂവിങ് സംതിങ് പ്ലീസിങ്, അതാണ് നെഗറ്റീവ് പണിഷ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ സോഷ്യൽ ലേണിംഗ് തിയറി ആൽബർട്ട് ബണ്ടൂർ കൊണ്ടുവന്നത്, അതിൽ പറയുന്നത് നമ്മൾ മറ്റൊരാളെ മോഡൽ ചെയ്തുകൊണ്ട് ലേൺ ചെയ്യും. നമ്മൾക്കറിയാം, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അയാളുടെ ബിഹേവിയറിനെ നമ്മൾ പോലും അറിയാതെ നമ്മൾ മോഡൽ ചെയ്തു പോകും. അങ്ങനെ ഒരു സോഷ്യൽ ലേണിംഗ് തിയറി കൊണ്ടുവന്നത് ആൽബർട്ട് ബണ്ടൂറയാണ്. അദ്ദേഹം ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൻ്റെയും ഓപ്പറൻ്റ് കണ്ടീഷനിങ്ങിൻ്റെയും ഒക്കെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് അതിലേക്ക് ഒരു ആഡ് ഓൺ ആയിട്ട് പറഞ്ഞതെന്ന് വേണേൽ പറയാം. അതായത് നമ്മൾ നമ്മുടെ മുമ്പിൽ കാണുന്ന കാര്യങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യുന്ന മോഡൽ ചെയ്യുന്നുണ്ട്. അതിനെയാണ് ഒബ്സർവേഷണൽ ലേണിംഗ് എന്ന് അദ്ദേഹം ടേം ചെയ്തിരിക്കുന്നത്. കുട്ടികളെയൊക്കെ നമ്മൾ നോക്കിയാൽ അറിയാം, അവർ മുതിർന്നവരെന്താണോ ചെയ്യുന്നത് അതിൻ്റെ തന്നെ ഒരു പതിപ്പായിട്ടാണ് ആക്ട് ചെയ്യാറുള്ളത്. അവരുടെ എൻവയോൺമെൻറ്റിൽ അവരെന്താണോ കാണുന്നത് അതിൻ്റെ ഒരു റെസിപ്രോക്കൽ ഇൻട്രാക്ഷൻ അവിടെ എൻവയോൺമെൻറ്റും ഇൻഡിവിജ്വലും തമ്മിൽ നടക്കുന്നുണ്ടെന്നാണ് ഈ ഒരു സോഷ്യൽ ലേണിംഗ് തിയറിയിൽ പറയുന്നത്. ഇനി ഇവിടെ ഒരു ക്ലയൻറ്റിൻ്റെ കൗൺസിലറുടെ റോൾ എന്ന് പറയുന്നത് ക്ലയൻറ്റിന് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ വേണം ഇൻ ഡൂയിങ് ടാസ്കസ്. നമ്മളൊരു എക്സ്പോഷർ എക്സസൈസസ്, റിവാർഡ്സ്, നമ്മളോരോ ബിഹേവിയറൽ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നമ്മൾ ചെയ്യും. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ആക്റ്റീവായിട്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം ക്ലയൻറ്റ്. അതുപോലെ കൗൺസിലർ ലൈക്ക് എ കോച്ച് ഹൂ ഗൈഡ്സ് ആൻഡ് സപ്പോർട്ട്സ് ബിഹേവിയർ ചേഞ്ച്. ഇങ്ങനെ ക്ലയൻറ്റിലൊരു ബിഹേവിയർ ചേഞ്ച് ഉണ്ടാകുന്നതിൽ
ഗൈഡ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നൊരു കോച്ച് പോലെയാണ്. അതായത് എന്തൊക്കെ ബിഹേവിയറിൽ എങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടതെന്നൊക്കെ ഒരു കോച്ച് കൃത്യമായിട്ട് ഡിറക്ഷൻസ് ആൻഡ് ഗൈഡ് ലൈൻസ് കൊടുക്കുമല്ലോ, അതുപോലെ ഗൈഡ് ലൈൻസ് കൊടുക്കുന്ന ഒരു കോച്ച് പോലെയാണ് ഇവിടെ കൗൺസിലർ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലയൻറ്റ് ഇവിടെ ആക്റ്റീവായിട്ട് തന്നെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും കൂടി വേണം. ഇങ്ങനെ ഒരു ക്ലയൻറ്റിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ബിഹേവിയർ തെറാപ്പിയിൽ നമ്മൾ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്ന ടെക്നിക്കുകളാണ് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ, ടോക്കൺ എക്കോണമി, അവേർഷൻ തെറാപ്പി, എക്സ്പോഷ്യർ തെറാപ്പി. ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കറക്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കണമെങ്കിൽ അത് അത്യാവശ്യം നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ ഉണ്ട്. പക്ഷെ നമ്മളത് ഒരു ചെറിയ രീതിയിൽ ഇവിടെ പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മളിത് കൊടുക്കുന്നത് എന്നുള്ളത്. ഒരു സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ സ്ലോലി എക്സ്പോസിങ് ടു ഫിയേഴ്സ് ഇൻ എ റിലാക്സ്ഡ് വേ. അപ്പോൾ നമുക്ക് പേടിയാണ്, പാമ്പിന് പേടിയാണെന്ന് വിചാരിക്കാം. പാമ്പിന് പേടി എന്ന് പറഞ്ഞാൽ ജനറലി എല്ലാവർക്കും ഒരു പേടി ഉണ്ടാകും പാമ്പിന്. അതല്ലാതെ പാമ്പെന്ന് കേൾക്കുമ്പോഴേക്കും ഒന്ന് വിറക്കുക, അവിടേക്ക് പോകാൻ കഴിയാണ്ടിരിക്കുക, ബോഡിക്ക് എന്തൊക്കെയോ സംഭവിക്കുന്ന ഒരു അവസ്ഥ. അത്രമാത്രം പേടിയുള്ളൊരു ഫോബിയ ഉള്ള ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഒരു ഫിയർ എന്ന് പറയാം. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫിയർ ഉണ്ടെന്ന് വിചാരിക്കുകയാണ്. നമ്മളവിടെ സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ, അപ്പോൾ അയാൾ പാമ്പെന്ന് കേൾക്കുമ്പോഴേക്കും അയാൾക്ക് ഈ ഒരു പേടി ഉണ്ടാകുന്നുണ്ട്, ഈ ഒരു ആങ്ഷൈറ്റി ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പേടിയുള്ള ആ ഒരു വസ്തുവിൻ്റെ പേരുകൾ പറഞ്ഞിട്ട് അയാൾ അതിനോട് റിലാക്സ് ആകും. പാമ്പെന്ന് കേൾക്കുമ്പോഴേക്കും അയാൾ ഇങ്ങനെ വർക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പാമ്പെന്ന് നമ്മൾ പറയുന്നു, അയാൾക്ക് റിലാക്സേഷൻ കൊടുക്കുന്നു, പിന്നെയും പറയുന്നു, റിലാക്സേഷൻ കൊടുക്കുന്നു. അങ്ങനെ ആ ഒരു പാമ്പെന്ന് കേൾക്കുമ്പോഴുള്ള അയാളുടെ റെസ്പോൺസിന് നമ്മൾ ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കുന്നു. പിന്നെ നമ്മൾ അടുത്തത് അതിൻ്റെ ഫോട്ടോ മാത്രം നമ്മൾ കാണിച്ചു കൊടുത്തിട്ട് അതിനെ നോക്കിയിട്ട് ആ ഒരു പേടി ഇങ്ങനെ നമ്മൾ അതിൽ റിലാക്സേഷൻ കൊടുക്കുന്നു. അങ്ങനെ നമ്മളതിൽ കാണിക്കുന്നു, അപ്പോൾ പേടി ഉണ്ടാകുന്നു എന്ന് നമ്മൾ റിലാക്സേഷൻ തെറാപ്പി വെച്ച് നമ്മൾ ഇൻ സെഷനിൽ തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. അയാളെ റിലാക്സ് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ ഈ ഒരു ഫോട്ടോ അയാൾ കാണുന്നതിനോട് അയാൾ കണ്ടീഷൻ ഉണ്ടാവണം, റിലാക്സ് ആയിട്ട്. അതായത് റിലാക്സ് എന്ന് പറയുന്ന ഒരു സംഭവത്തിനോട് അയാളെ നമ്മൾ കണ്ടീഷൻ ചെയ്തെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക ഒരു ലെസ് ഫിയർഫുൾ സിറ്റുവേഷനിൽ നിന്ന് പിന്നെ എങ്ങനെ മോർ ഫിയർഫുൾ സിറ്റുവേഷനിലേക്കാണ്. ആദ്യം തന്നെ അയാളെ നമ്മൾ പോയിട്ട് ഒറ്റയടിക്കൊരു എക്സ്പോഷർ കൊടുക്കരുത്. നല്ല പാമ്പെന്ന് പിന്നെ പേര് കേൾക്കുമ്പോഴേക്കും പേടിച്ച് വിറക്കുന്ന ഒരാളെ കൊണ്ടുപോയിട്ട് നേരെ പാമ്പിൻ്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് ഇരുത്താൻ പറ്റില്ല. അപ്പോൾ അത് കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും നമുക്ക്. അപ്പോൾ നമ്മളിങ്ങനെ സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഇതിൽ വർക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഫിയർ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഒരു ബയോളജിക്കൽ റെസ്പോൺസ് അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബയോളജിക്കൽ റെസ്പോൺസ് ഒരു എറോസൽ ഉണ്ടാകും. അപ്പോൾ ലെസ്സായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം ഒന്ന് കാണിക്കുന്നു, ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു വീഡിയോയോ. എന്താണെന്ന് വെച്ചാൽ അയാളുടെ ഒരു ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ചിട്ട് നമ്മളൊരു ഹൈറാർക്കി ആദ്യമേ ക്രിയേറ്റ് ചെയ്യണം. അയാളുടെ ഫിയർഫുൾ സിറ്റുവേഷൻസിൻ്റെ ഒരു അളവ് എത്രയാണെന്നൊക്കെ നമ്മൾ അതിന് സർട്ടൻ ഹൈറാർക്കി ക്രിയേറ്റ് ചെയ്യണം. അതിൻ്റെ ഒരു SUDs ഫോംസ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട്. അതായത് ആൾക്ക് ഒരു സിറ്റുവേഷൻ അതിന് എത്രത്തോളം പേടിയുണ്ടെന്നൊക്കെ നമ്മൾ ഇങ്ങനെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടൊരു ഹൈറാർക്കി ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു എക്സ്പോഷർ കൊടുത്തു തുടങ്ങുന്നത്. ആ ഒരു എക്സ്പോഷർ നമ്മൾ കൊടുത്തു തുടങ്ങുമ്പോൾ ഫസ്റ്റ് അയാൾക്ക് കാണിക്കുന്നു, അപ്പോൾ ഒരു ബയോളജിക്കൽ എറോസൽ ഉണ്ടാകും. പേടി ഉണ്ടാകുമ്പോൾ ഒരു ബയോളജിക്കൽ എറോസൽ ഉണ്ടാകും. ആ സമയത്ത് നന്നായിട്ട് ബ്രീത്ത് എക്സസൈസ് ചെയ്ത് ബ്രീത്തിങ് സ്ലോ ആക്കണം. അങ്ങനെ നമ്മൾ ബയോളജിക്കൽ എറോസലിനെ മാനേജ് ചെയ്യാൻ പഠിപ്പിക്കണം. ഈ ഒരു ബയോളജിക്കൽ എറോസൽ ഉണ്ടാകുന്നു, അതിനെ ബ്രീത്ത് ചെയ്തിട്ട് ഇങ്ങനെ ക്ലിയർ ചെയ്യുന്നു. അങ്ങനെ അത് റിപ്പീറ്റഡ്ലി പല സമയമായിട്ട് നമ്മൾ ചെയ്ത് ഓക്കെ ആക്കുക. അതായത് ഈ ഒരു ബയോളജിക്കൽ എറോസൽ ഉണ്ടാക്കാത്ത രീതിയിൽ നോക്കുക. അങ്ങനെ ഓരോ സ്റ്റെപ്പും ഇങ്ങനെ ചെയ്യണം. അപ്പോൾ നമ്മൾ എക്സ്പോഷറിൻ്റെ ഹൈറാർക്കി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ഹൈറാർക്കിയിൽ ഒരു സംഭവം എടുത്ത് കഴിഞ്ഞിട്ട് അതിൽ നമ്മളൊരു ബയോളജിക്കൽ എറോസൽ കൊണ്ടുവന്നു, അതിൽ ബ്രീത്തിങ് എക്സസൈസ് കൊടുത്ത് നമ്മളിങ്ങനെ ലെവലാക്കി വരണം. അത് ഫുള്ളി ഓക്കെ ആയിട്ടാണ് നമ്മൾ അടുത്ത ഈ ഹൈറാർക്കിയിൽ നെക്സ്റ്റ് ഒരു എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഘട്ടത്തിലേക്ക് നമ്മൾ പോകുന്നത്. ഇങ്ങനെ നമ്മൾ വൺസ് ഇതിനെ ബ്രെയിനിനെ നമ്മളത് പഠിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അങ്ങനെ ഒരു ബയോളജിക്കൽ എറോസൽ ഉണ്ടാകില്ല. അപ്പോൾ ഇത് പേടിക്കേണ്ട ഒരു കണ്ടൻ്റ് അല്ല എന്ന് നമ്മൾ ശരീരത്തെ നമ്മൾ പഠിപ്പിച്ചെടുക്കുകയാണ് ഈ ഒരു കണ്ടീഷനിങ്ങിലൂടെ നമ്മൾ ചെയ്യുന്നത്.
ഇനി ടോക്കൺ എക്കോണമി എന്ന് പറയുമ്പോൾ യൂസിങ് ടോക്കൺസ് ടു എൻകറേജ് ഗുഡ് ബിഹേവിയർ. ഒരാൾ ഗുഡ് ബിഹേവിയർ കാണിക്കുമ്പോൾ ഒരു ടോക്കണൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എൻകറേജ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇനി അവേർഷൻ തെറാപ്പി എന്ന് പറയുന്നത് പെയറിങ് അൺവാണ്ടഡ് ബിഹേവിയർ വിത്ത് സംതിങ് അൺപ്ലസൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ആൽക്കഹോളിൻ്റെ കൂടെ ഒരു അവേഴ്സീവ് ആയിട്ടുള്ള ഒരു കണ്ടൻറ്റിൻ്റെ പെയർ ചെയ്തിട്ട് മാറ്റിയെടുക്കുന്നതാണ്. എക്സ്പോഷർ തെറാപ്പി എന്ന് പറയുമ്പോൾ ഫേസിങ് ഫിയേഴ്സ് ഡയറക്റ്റ്ലി ആൻഡ് സേഫ്ലി. എക്സ്പോഷർ തെറാപ്പിയിൽ നമ്മൾ കറക്റ്റായിട്ട് അയാൾ എന്താണോ അയാൾക്ക് ഫിയർ ആയിട്ടുള്ളത്, അയാൾക്ക് ഹൈറ്റാണ് പേടി, അയാൾ ആ ഹൈറ്റുള്ള പ്ലേസിൽ കൊണ്ടുപോയി നമ്മൾ നിർത്തിയിട്ട് അവിടെ നിന്ന് അയാൾക്ക് നല്ല ബയോളജിക്കൽ അറോസൽ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ബ്രീത്ത് എക്സസൈസ് ചെയ്തിട്ട് അതിനെ റെഗുലേറ്റ് ചെയ്യുന്നു. ആ രീതിയിൽ അയാൾക്ക് എന്താണോ ഫിയർഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഉള്ളത് അവിടെ എക്സ്പോഷർ കൊടുത്തുകൊണ്ട് നമ്മൾ മാറ്റിയെടുക്കുന്നതാണ്. ഈ എക്സ്പോഷർ തെറാപ്പിയിൽ തന്നെ ഇൻവിവോ എക്സ്പെരിമെൻ്റ് ഉണ്ട്, എക്സ്പോഷർ ഉണ്ടാകും. അതായത് സിറ്റുവേഷണൽ എക്സ്പെരിമെൻറ്റ്, അതായത് റിയൽ സിറ്റുവേഷനിലേക്ക് അയാളെ കൊണ്ടുപോയിട്ട് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ ഇമേജിനറി എക്സ്പോഷർ ഉണ്ട്. ഇമേജിനേഷനിൽ നമ്മൾ ആ ഒരു എക്സ്പോഷർ നമ്മൾ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഓഡിയോ ടാപ്പ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ റിട്ടൺ സ്ക്രിപ്റ്റൊക്കെ യൂസ് ചെയ്തിട്ട് അയാൾക്ക് എന്താണോ ഫിയർഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഉള്ളത് അതിനെ നമ്മളൊരു സ്ക്രിപ്റ്റായിട്ട് വായിച്ചു കൊടുത്ത് അയാളിൽ പേടി ഉണ്ടാക്കിയെടുത്ത പേടി ഉണ്ടാകുമ്പോൾ നമ്മളിങ്ങനെ ഇത് പറഞ്ഞതുപോലെ ഈ ബ്രീത്ത് എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ റെഗുലേറ്റ് ചെയ്ത് വരുന്ന ആ രീതിയിൽ എക്സ്പോഷർ തെറാപ്പി. ഈ മെത്തേഡുകളൊക്കെയാണ് ബിഹേവിയറൽ തെറാപ്പിയിൽ പ്രധാനമായിട്ടുമുള്ള ടെക്നിക്കുകൾ എന്ന് പറയുന്നത്. ഈ ബിഹേവിയർ തെറാപ്പിയുടെ ഒരു ഇവാലുവേഷൻ നോക്കുമ്പോൾ ഇതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ ക്ലിയർ എവിഡൻസ് ആൻഡ് എക്സ്പെരിമെൻറ്റ്. കൃത്യമായിട്ട് എക്സ്പെരിമെൻറ്റിൻ്റെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. വർക്ക്സ് വെൽ ഫോർ ഫോബിയാസ്, അഡിക്ഷൻസ് ആൻഡ് ആങ്ഷൈറ്റി, അഡിക്ഷൻ, ഫോബിയ പോലെയുള്ള കാര്യങ്ങളിൽ നന്നായിട്ട് വർക്ക് ചെയ്യും. നല്ലൊരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് ബിഹേവിയർ തെറാപ്പി എന്നുള്ളത്. ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുമ്പം ഡസിൻ ഫോക്കസ് ഓൺ തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. ഇത് പുറമേ കാണുന്ന ഓവേർട്ടായിട്ട് കാണുന്ന ബിഹേവിയറിനെ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അതിനെ ചുറ്റിപ്പറ്റിയുള്ള തോട്ട്സിനെയോ ഫീലിങ്സിനെയോ ഇത് ഫോക്കസ് ചെയ്യുന്നില്ല. അതുപോലെ മെനോഡ് വർക്ക് ഇഫ് ബിഹേവിയർ ഈസ് കോസ്ഡ് ബൈ ഡീപ്പ് ഇമോഷണൽ ഇഷ്യൂസ്. ഇയാൾക്ക് ഈ ഒരു ബിഹേവിയർ ഉണ്ടാക്കുന്നത് ഡീപ്പായിട്ടുള്ള എന്തെങ്കിലും ഇമോഷണൽ ഇഷ്യൂ കാരണമാണ് എങ്കിൽ നമ്മൾ ഈ ബിഹേവിയറിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അത്രമാത്രം വർക്ക് ആവണം എന്നില്ല. അതുകൊണ്ട് തന്നെ ഡീപ്പ് ഇമോഷണൽ ഇഷ്യൂസ് കാരണത്താൽ ഉണ്ടാകുന്ന ബിഹേവിയറിൽ വർക്ക് ചെയ്യണം എന്നില്ല. ഇനി നമ്മൾ ബിഹേവിയർ മോഡിഫിക്കേഷൻ ടെക്നിക്ക് ഉണ്ട്. ഈ ബിഹേവിയർ മോഡിഫിക്കേഷൻ ടെക്നിക്ക് എന്ന് പറയുമ്പോൾ ഇറ്റ് ഫോക്കസസ് ഓൺ ചേഞ്ചിങ് സ്പെസിഫിക് പ്രോബ്ലം ബിഹേവിയർ. ഒരു ഹള്ളിൽ ഒരു പ്രോബ്ലം ബിഹേവിയർ ഉണ്ടെന്ന് വിചാരിക്കുക. പ്രത്യേകിച്ചും കുട്ടികളിൽ ഒക്കെയാണ് നമ്മളിത് കാണാം. സ്കൂളിൽ പഠിക്കുമ്പോൾ ചില കുട്ടികളുണ്ടാകും എല്ലാവരെയും ഇങ്ങനെ ഉപദ്രവിക്കുന്ന കുട്ടികളുണ്ടാകും. അല്ലെങ്കിൽ ക്ലാസ്സിൽ ഓരോ തരം വികൃതികൾ കാണിക്കുന്ന, നമ്മൾ വികൃതി എന്ന് നമ്മൾ വിളിക്കുന്ന പലതരത്തിലുള്ള ബിഹേവിയർ കാണിക്കുന്ന കുട്ടികളുണ്ടാകും. അങ്ങനെയുള്ള പ്രോബ്ലം ബിഹേവിയർ കാണിക്കുന്ന കുട്ടികളിൽ ആ പ്രോബ്ലം ബിഹേവിയറിനെ ചേഞ്ച് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ബിഹേവിയർ മോഡിഫിക്കേഷൻ. അല്ലെ, ബിഹേവിയറിനെ നമ്മൾ മോഡിഫൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇറ്റ് യൂസ്ഡ് ഇൻ സ്കൂൾസ്, കറക്ഷണൽ ഹോംസ് ആൻഡ് ഹോസ്പിറ്റൽസ്. സ്കൂളിൽ നമ്മളത് അപ്ലൈ ചെയ്യാറുണ്ട്. അതുപോലെ കറക്ഷണൽ ഹോംസ് എന്ന് പറയുമ്പോൾ ജുവനൈൽ ഹോം പോലെയുള്ള ചെറിയ കുട്ടികൾ കുറ്റകൃത്യം ചെയ്തെടുത്ത് നമ്മൾ കുറ്റകൃത്യങ്ങൾ ചെയ്ത കുട്ടികളിൽ നമ്മൾ ചെയ്യും. ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്യപ്പെട്ട ഇത്തരം സൈക്കോളജിക്കൽ ഡിസ്ട്രെസ്സുള്ള കുട്ടികളിൽ. അതുപോലെ യൂസസ് റെയിൻഫോഴ്സ്മെൻറ്റ്, റിവാർഡ്സ് ആൻഡ് ഷേപ്പിംഗ് സ്മോൾ സ്റ്റെപ്സ്. ഇവിടെ നമ്മൾ ശരിക്കും റെയിൻഫോഴ്സ്മെൻ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതൊരു നല്ല ബിഹേവിയർ കുട്ടി കാണിച്ചു കഴിഞ്ഞാൽ നമ്മളതിനൊരു റിവാർഡ് കൊടുക്കുന്നു. ഒരു ചീത്ത കാണിച്ചു കഴിഞ്ഞാൽ നമ്മളതിനുള്ള ഒരു സംഭവത്തിന് നമ്മൾ നെഗറ്റീവ് റെയിൻഫോഴ്സ്മെൻറ്റ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ പണിഷ്മെൻറ്റ് കൊടുത്തിട്ടോ ഒക്കെ നമ്മളതിനെ അൺലേൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നു. അതുപോലെ ഷേപ്പിംഗ്, ഒരു ബിഹേവിയറിനെ നമ്മളിങ്ങനെ ചെറിയ ചെറിയ സ്റ്റെപ്പിലൂടെ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുന്നു. ഇത്തരം ടെക്നിക്കുകളിലൂടെയൊക്കെ നമ്മൾ ഒരു പ്രോബ്ലം ബിഹേവിയറിനെ മാറ്റിയെടുക്കുന്നതിനെയാണ് നമ്മൾ ബിഹേവിയർ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് കോഗ്നിറ്റീവ് തെറാപ്പിയാണ്. ഈ ഒരു കോഗ്നിറ്റീവ് തെറാപ്പിയുടെ ഒരു എമർജൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ ആരൺ ടി ബെക്ക് ഇൻ 1960s. 1960s ആരൺ ടി ബെക്കാണ് ഈ ഒരു കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറയുന്ന സംഭവത്തെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇറ്റ് ഫോക്കസ്ഡ് ഓൺ ഹൗ നെഗറ്റീവ് തോട്ട്സ് കോസ് ഡിപ്രഷൻ.
ഇത് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഈ നെഗറ്റീവ് തോട്ട്സ് എങ്ങനെയാണ് ഡിപ്രഷൻ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നാണ് അദ്ദേഹം ആദ്യമായിട്ട് അതിൽ സ്റ്റഡീസ് നടത്തിയിട്ടുള്ളത്. ലുക്സ് അറ്റ് ഹൗ പീപ്പിൾ ഇൻ്റർപ്രറ്റ് ഇവൻറ്റ്സ് ഇൻ ദെയർ ലൈവ്സ്. ഇതിൽ പ്രധാനമായിട്ട് നോക്കുന്നത് ഒരാൾക്കൊരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇവൻ്റ് ഉണ്ടാകുമ്പോൾ ആ ഇവൻറ്റിനെ ഇൻഡിവിജ്വൽ എങ്ങനെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ട് എന്താണ് ഇയാളുടെ ഉള്ളിലുള്ള പ്രോബ്ലം എന്ന് മനസ്സിലാക്കിയിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. അതായത് നമ്മൾക്കൊരു പ്രശ്നം ഉണ്ടാവുന്നത് എന്ത് സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാകുന്നു എന്നതിൻ്റെ ബേസിസിലല്ല, മറിച്ച് ആ സിറ്റുവേഷനെ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ഈ ഒരു കോഗ്നിറ്റീവ് തെറാപ്പിയിൽ ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ അസംഷൻസ് എന്ന് പറയുമ്പോൾ വാട്ട് വി തിങ്ക് അഫക്ട്സ് ഹൗ വി ഫീൽ ആൻഡ് ആക്ട്. നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്, നമ്മുടെ മൈൻഡിൽ വരുന്ന തോട്ട്സ്, ആ തോട്ട്സാണ് നമുക്കൊരു ഫീലിങ്സ് ഉണ്ടാക്കുന്നതും ആ ഫീലിങ്സിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ആക്ഷൻ ഉണ്ടാക്കുന്നതും എന്ന് പറയുന്നു. ബൈ ചേഞ്ചിങ് നെഗറ്റീവ് തോട്ട്സ് വി ക്യാൻ ചേഞ്ച് അവർ ഇമോഷൻസ് ആൻഡ് ബിഹേവിയർ. നമ്മളെ നെഗറ്റീവ് തോട്ട്സിനെ മാറ്റുന്നതിലൂടെ നമ്മളെ ബിഹേവിയറിനെയും നമ്മുടെ ഇമോഷൻസിനെയും ചേഞ്ച് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇതിൽ ഒരു അസംഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പീപ്പിൾസ് കോഗ്നിഷൻസ് ആർ മെയ്ഡ് ഓഫ് ബോത്ത് ഫാക്ച്വൽ ആൻഡ് ഇനാക്യുറേറ്റ് തോട്ട്സ്. നമ്മളെ കോഗ്നിഷൻ എന്ന് പറയുമ്പം ശരിയായ ഫാക്ച്വൽ ആയിട്ടുള്ളതും അതുപോലെ അക്യുറസി ഇല്ലാത്തതുമായിട്ടുള്ള തോട്ട്സ് ഉണ്ട്, രണ്ടും ഉണ്ട് അതിൽ. ബോത്ത് ഓഫ് ദീസ് കൈൻഡ്സ് ഓഫ് തോട്ട്സ് ക്യാൻ കോ എക്സിസ്റ്റ് ഇൻ എ പേഴ്സൺ. ഒരു പേഴ്സണിൽ ഇത് രണ്ടും ഉണ്ടാവാം. Psychological illness are a result of the perpetuation of a maladaptive behaviors which result from these inaccurate thoughts. അപ്പോൾ നമുക്കൊരു സൈക്കോളജിക്കൽ ഇൽനെസ് ഉണ്ടാകുന്നത് നമ്മൾ പറഞ്ഞല്ലോ, ഫാക്ച്വൽ തോട്ട്സും ഇനാക്യുറേറ്റ് തോട്ട്സും ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഇനാക്യുറേറ്റ് തോട്ട്സിൽ നിന്നും ശരിയല്ലാത്ത ഇറേഷണൽ ആയിട്ടുള്ള നമ്മളെ ബിലീവ്സിൽ നിന്നും ഉണ്ടാകുന്നതായിട്ടുള്ള മാലഡാപ്റ്റീവ് ബിഹേവിയേഴ്സിൻ്റെ റിസൾട്ടാക്കുന്നു ഈ സൈക്കോളജിക്കൽ ഇൽനെസ് എന്ന് പറയുന്നത്. ദിസ് ഇറ്റ് യൂസസ് എ കോഗ്നിറ്റീവ് മോഡൽ ടു എക്സ്പ്ലെയിൻ മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് പ്രോബ്ലംസ്. അതുകൊണ്ട് തന്നെ മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസിന്, നമുക്കുണ്ടാകുന്ന മെൻ്റൽ ഇഷ്യൂസിനെ ഈ ഒരു കോഗ്നിറ്റീവ് മോഡൽ യൂസ് ചെയ്തുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യണം എന്നാണ് ഇതിൽ ഒരു മെയിൻ അസംഷൻ എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ഹ്യൂമൻസ് മൈൻഡ്സ് ആർ കാപ്പബിൾ ഓഫ് കോൺഷ്യസ് തിങ്കിങ്, ഓൾസോ കോൾഡ് എ സെക്കൻഡറി പ്രോസസ്, ആൻഡ് ആസ് വെൽ ആസ് അൺകോൺഷ്യസ് ഇമ്പൾസസ്. അതായത് നമുക്ക് കോൺഷ്യസ് ആയിട്ട് നമ്മളെ ചിന്തകളെ കൊണ്ടുവരാൻ കഴിയും എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ കോഗ്നിറ്റീവ് തെറാപ്പി എയിംസ് ടു പ്രോസസ് ഓൾ തോട്ട്സ് കോൺഷ്യസ്ലി. അതുപോലെ തന്നെ കോഗ്നിറ്റീവ് തെറാപ്പി ബിലീവ്സ് ദാറ്റ് ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻസ് can be and should be audited. That means brought in conscious focus and examined for validity. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ചിന്ത എന്താണ് എന്നുള്ളത് നമുക്ക് കോൺഷ്യസ് ആയിട്ട് അൺകോൺഷ്യസ് ആയിട്ട് ഇങ്ങനെ വരും. അതായത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും നമ്മുടെ മനസ്സിലേക്ക്. അപ്പോൾ ഈ കോഗ്നിറ്റീവ് തെറാപ്പി യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഉള്ളിലിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഈ തോട്ട്സ് എന്താണ് എന്നുള്ളത് ജേർണലുകൾ എഴുതിയിട്ടോ തോട്ട് റെക്കോർഡ് നടത്തിയിട്ടോ ഒക്കെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡുകളിലൂടെയൊക്കെ എന്താണ് മൈൻഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന തോട്ട്സ് എന്ന് കോൺഷ്യസിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ വാലിഡിറ്റി നമ്മൾ എക്സാമിൻ ചെയ്യുന്നു. ഇത് ആക്യുറേറ്റ് ആണോ, ഇത് ഇനാക്യുറേറ്റ് ആണോ ഒക്കെ നമ്മൾ വാലിഡേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. But the theory also relies on the notion of universality in cognition. That means cognition and all the structures that interact with it, emotions, behavior, etc., are universal and do not differ from culture to culture. ഇതിൽ പറയുന്നത് എല്ലാവരുടെയും കൊഗ്നീഷൻ ഒന്നാണ്. അതായത് എല്ലാവരുടെയും കൊഗ്നീഷൻ അല്ല, ഒരു നെഗറ്റീവ് കൊഗ്നീഷൻ ഉണ്ടാകുന്നു. ആ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ചിന്തയിൽ നിന്ന് ഒരു നെഗറ്റീവ് ഇമോഷൻ ഉണ്ടാകുന്നു, അതൊരു നെഗറ്റീവ് ബിഹേവിയറിലേക്ക് എത്തിപ്പെടുന്നു. ഈ ഒരു പാറ്റേൺ എല്ലാവരിലും സെയിം ആണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ലൈക്ക് ബിഹേവിയറിസം കോഗ്നിറ്റീവ് തെറാപ്പി ഓൾസോ റിലൈസ് ഹെവിലി ഓൺ എംപിരിക്കൽ ടെസ്റ്റിംഗ്. ഇതും സയൻറ്റിഫിക് ആയിട്ട് ടെസ്റ്റ് ചെയ്ത് പ്രൂവ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. നമുക്കിതിനെ കറക്റ്റായിട്ട് ഒബ്ജക്റ്റീവായിട്ട് തന്നെ മെഷർ ചെയ്യാനും കഴിയും. അപ്പോൾ ഇതിൽ മെയിനായിട്ടും നമ്മുടെ ചിന്തകളിൽ കോർ കോഗ്നിറ്റീവ് സ്കീമയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ട് നമ്മുടെ പേഴ്സണാലിറ്റി ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു തെറാപ്യൂട്ടിക് ഗോൾ എന്ന് പറയുന്നത്.
ഇതിലൊരു തിയററ്റിക്കൽ ഫ്രെയിംവർക്കിലേക്ക് വരുമ്പം കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ്, അതായത് അൺഹെൽപ്ഫുൾ തിങ്കിങ് സ്റ്റൈൽ, കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് സംഭവിക്കും നമുക്ക്. അതായത് എന്നൊന്നിനും കൊള്ളൂല, ഐ ആം ഹെൽപ്ലെസ്, ഐ ആം അൺലവബിൾ, ഐ എം ഫെയിലിയർ, ഐ എം ഹെൽപ്ലെസ്നെസ്, ഹോപ്പ്ലെസ്നെസ്, ഇങ്ങനെ കുറേ നെഗറ്റീവായിട്ടുള്ള കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. പിന്നെ ഒരു ABC മോഡൽ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ABC മോഡൽ എന്ന് പറയുമ്പോൾ ഒരു ആക്ടിവിറ്റി ഇവൻ്റ് ഉണ്ടാകുന്നു. ആ ഒരു ഇവൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ബിലീഫ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ബിലീഫ് ഒരു കോൺസിക്വൻസസ് ആകുന്നു, അതായത് ഒരു ഇമോഷണൽ അല്ലെങ്കിൽ ഒരു ബിഹേവിയർ റിസൾട്ടിലേക്ക് എത്തുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ ഒരു ഫ്രണ്ട്, ആ ഫ്രണ്ട് നമ്മളോട് ഞാൻ നിൻ്റെ കൂടെ കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് വരാം, കൂൾ ബാറിൽ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കൂൾ ബാറിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അയാൾ 10 മണിക്ക് വരാമെന്ന് പറഞ്ഞു, പക്ഷെ 10 മണിക്ക് വന്നില്ല. 10, 10:30, 11, 10:45, 11 മണിയായിട്ടും അയാൾ വരുന്നില്ല. അങ്ങനെ വരാതിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തായിരിക്കും ആ സിറ്റുവേഷനിൽ ചിന്തിക്കാൻ പോസിബിലിറ്റി ഉള്ളത്? അയാളാണെങ്കിൽ ഫോണിൽ വിളിച്ചിട്ട് കണക്റ്റ് ആവുന്നില്ല. അപ്പോൾ അതൊരു ആക്ടിവേറ്റിംഗ് ഇവൻ്റാണ്. നമ്മൾ അവിടെ അയാൾ ഇഷ്ടപ്പെട്ട ഒരാൾ നമ്മളോട് കോഫി കുടിക്കാൻ വരാമെന്ന് പറഞ്ഞു, അപ്പോൾ ഫോണ് ആണെങ്കിൽ വിളിച്ചിട്ട് അയാൾ എടുക്കുകയും ചെയ്യുന്നില്ല. അപ്പോൾ അതിലൂടെ നമ്മളൊരു ബിലീഫ് ഉണ്ടാക്കി വെക്കുന്നു. ഇപ്പോൾ പല ആളുകൾ പല രീതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ഒരു വൾണറബിലിറ്റി ഉള്ള ആൾ എന്തായിരിക്കും വിചാരിക്കാം, എന്നെ ആൾക്ക് ഇഷ്ടമില്ല, ഐ ആം അൺലവബിൾ, ഇന്ന ആൾക്ക് ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഞാൻ അയാൾ എൻ്റെ കൂടെ കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് സമയത്തിന് വരാൻ മാത്രമൊന്നും ഞാനില്ല, അങ്ങനെ ഒരു ബിലീഫ് ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പോൾ അതിൻ്റെ കോൺസിക്വൻസസ് എന്താണ്? ഒരു സാഡ്, നമുക്കൊരു ഡിപ്രഷൻ പോലെ, അല്ലെങ്കിൽ ഒരു നല്ല സങ്കടം ഉണ്ടാകുന്നു. പിന്നെ അയാളെ കാണുമ്പോൾ അയാളെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു, അയാളെ അവോയ്ഡ് ചെയ്യുന്നു, അയാൾ എന്നെ മാറ്റി നിർത്തിയതെന്ന് വിചാരിക്കുന്നു, അയാളെക്കുറിച്ചിട്ട് വളരെ നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടാക്കിയെടുക്കുന്നു. അയാൾ മോശമാണ്, അയാൾക്ക് ഇന്ന ഇഷ്ടമില്ല, അതിങ്ങനെ കൂടി വന്നിട്ട് ഇന്നല്ലെങ്കിലും ആർക്കും ഇഷ്ടമില്ല എന്ന രീതിയിലേക്ക് ആക്കിയെടുക്കുന്നു. അപ്പോൾ ഒരു ആക്ടിവേറ്റിംഗ് ഇവൻ്റ് ഉണ്ടാകുന്നു. ആ ആക്ടിവേറ്റിംഗ് ഇവൻറ്റിൽ നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നതിലൂടെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ബിലീഫ് ഡെവലപ്പ് ചെയ്യുന്നു. ആ നെഗറ്റീവ് ബിലീഫ് ഒരു നെഗറ്റീവ് കോൺസിക്വൻസസ് ഉണ്ടാക്കിയെടുക്കുന്നു എന്നാണ് പറയുന്നത്. അതാണ് ഇതിൻ്റെ ഒരു തിയറിറ്റിക്കൽ ഫ്രെയിം വർക്കായിട്ട് പറയുന്നത്. അപ്പോൾ അതിൽ ഒന്നുകൂടിയും ഒരു 3 ലെവൽസ് ഓഫ് കോഗ്നിഷൻസ് പറയുന്നുണ്ട്. ഒരു നെഗറ്റീവ് ഓട്ടോമാറ്റിക് തോട്ട്സ് ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഈ ഒരു ആക്ടിവേറ്റിംഗ് ഇവൻ്റ് ഉണ്ടായ സമയത്ത് ഒരു ബിലീഫ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കുറേ ഓട്ടോമാറ്റിക് തോട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന ഇഷ്ടമില്ല, അല്ലെങ്കിൽ അന്ന് ഞാൻ ഒരു സമയത്ത് വിളിച്ചപ്പോഴും അയാൾ എനിക്ക് വേണ്ടത്ര പരിഗണന തന്നിട്ടുണ്ടായിരുന്നില്ല എന്ന രീതിയിൽ കുറേ ആവശ്യങ്ങൾ ഉണ്ടായതും ഇല്ലാത്തതുമായിട്ടുള്ള കുറേ നെഗറ്റീവ് ഓട്ടോമാറ്റിക് തോട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. വി കാൺ കൺട്രോൾ ഇറ്റ്. പക്ഷേ നമുക്ക് ആ ഒരു ഓട്ടോമാറ്റിക് തോട്ടിനെ കൺട്രോൾ ചെയ്യാൻ കഴിയൂല. നമ്മളിപ്പോൾ ഒരു തോട്ട്സ് നിർത്തണം എന്ന് വിചാരിക്കുകയാണ്, ആ തോട്ട്സിനെ നമുക്ക് ഒരിക്കലും നിർത്താൻ കഴിയില്ല. ഇപ്പം ഞാൻ പറയുകയാണ്, ഒരു പിങ്ക് എലഫൻറ്റിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കാതിരിക്കുക. പിങ്ക് എലഫൻറ്റ് നിങ്ങളെ മനസ്സിലേക്ക് വരാനേ പാടില്ല. എന്താ സംഭവിക്കുക? പിങ്ക് എലഫൻറ്റിൻ്റെ പിക്ചർ തന്നെ നമ്മുടെ മുമ്പിൽ വരും. ഒരു കാര്യം ചിന്തിക്കരുത് എന്ന് പറഞ്ഞാൽ അതന്നെ നമ്മളെ മനസ്സിലേക്ക് വരുമല്ലോ. നമുക്കതിനെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല. സ്റ്റോപ്പ് ഇറ്റ് എന്ന് നമ്മൾ എത്രത്തോളം പറയുന്നു അത് അത്രത്തോളം ഇൻറ്റൻസ് ആയിട്ട് വരികയുള്ളൂ, കൂടി വരികയുള്ളൂ, അത് കുറഞ്ഞു വരില്ല. അപ്പോൾ ഇത്തരത്തിൽ പലതരത്തിൽ നമുക്ക് എപ്പോഴേക്കും നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ടുള്ള നെഗറ്റീവ് തോട്ട്സ് വന്നുകൊണ്ടേ ഇരിക്കും. ആ നെഗറ്റീവ് തോട്ട്സിൽ നിന്ന് നമ്മളൊരു ഡിസ്ഫങ്ഷണൽ അസ്യൂംഷൻസ് ഉണ്ടാക്കിയെടുക്കുന്നു. ഈ മനസ്സിലേക്ക് വരുന്ന ചിന്തകളൊക്കെ ശരിയാണ് എന്ന രീതിയിലേക്ക് ഒരു അസ്യൂംഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു. അത് നമ്മളുടെ കോർ ബിലീഫായി മാറുന്നു. യെസ്, ഐ ആം അൺലവബിൾ, ഐ ആം എ ഫെയിലിയർ, ഐ ആം ഹെൽപ്ലെസ്നെസ്, ഐ ആം ഹോപ്പ്ലെസ്നെസ്, അങ്ങനെ കുറേ കോർ ബിലീഫ്, നെഗറ്റീവായിട്ടുള്ള കോർ ബിലീഫുകൾ ഉണ്ടാക്കിയെടുക്കുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു തിയററ്റിക്കൽ ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്. അതുപോലെ ഒരു കൊഗ്നിറ്റീവ് ട്രയാഡ് ഉണ്ടാവുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു ഡിപ്രഷൻ ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് പറയുന്ന ഒരു കൊഗ്നിറ്റീവ് ട്രയാഡിനെ കുറിച്ച് പറയുന്നുണ്ട്. അയാൾക്കൊരു നെഗറ്റീവ് വ്യൂ ഓഫ് വൺ സെൽഫ്, അയാളെക്കുറിച്ച് തന്നെയുള്ളൊരു നെഗറ്റീവ് വ്യൂ ഉണ്ടാകും. അതുപോലെ നെഗറ്റീവ് പെർസെപ്ഷൻ ഓഫ് ദി ഫ്യൂച്ചറിനെ കുറിച്ചിട്ടുള്ളൊരു നെഗറ്റീവ് പെർസെപ്ഷൻസ് ഉണ്ടാകും. അതായത് അതുപോലെ നെഗറ്റീവ് ഇൻ്റർപ്രിറ്റേഷൻസ് ഓർ നെഗറ്റീവ് വ്യൂ ഓഫ് അതേഴ്സ്, മറ്റുള്ള ആളുകളെ കുറിച്ചിട്ട് ഉള്ള ഒരു നെഗറ്റീവ് വ്യൂ, ഇതൊക്കെ ആയിരിക്കും
അയാൾക്ക് ഉണ്ടാവാം. അതായത് എന്താ പറയുക, ബാക്കിയുള്ള ആളുകൾക്കൊന്നും എന്നെ ഇഷ്ടമില്ല, ഞാൻ എല്ലാവരും ഇപ്പം അതാണ് ബാക്കിയുള്ളവരെ കുറിച്ചിട്ട്, ബാക്കിയുള്ള ആളുകളൊന്നും എന്നെക്കൊണ്ട് അങ്ങനെ മിണ്ടാറില്ല എന്നുള്ള രീതിയിൽ. അതുപോലെ ഞാൻ അങ്ങനെ എല്ലാവരും ഇഷ്ടപ്പെടേണ്ട ഒരാളല്ല എന്ന രീതിയിൽ വെക്കാം. ഐ എം എ ഫെയിലിയർ എന്നുള്ള രീതിയിൽ വെക്കുക. ഇനി ഭാവിയിൽ എപ്പോഴും ഞാൻ എന്തൊക്കെ ചെയ്താലും ഞാൻ ഫെയിൽ ആയിക്കൊണ്ടേയിരിക്കും എന്നുള്ള രീതിയിൽ ഫ്യൂച്ചറിലും അയാൾക്കൊരു നെഗറ്റീവ് തിങ്കിങ് ഉണ്ടാവാം. അങ്ങനെയുള്ളൊരു കൊഗ്നിറ്റീവ് ട്രയാഡിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഇവിടെ റോൾ ഓഫ് ക്ലയൻറ്റ് ആൻഡ് കൗൺസിലർ എന്ന് പറയുന്നത്, ക്ലയൻറ്റ് റിഫ്ലെക്ട്സ് ഓൺ തോട്ട്സ്, കീപ്സ് ജേർണൽസ്, ഡസ് മെൻ്റൽ ടാസ്ക്സ്. ക്ലയൻറ്റ് എന്ത് ചെയ്യുന്നു, അയാളുടെ തോട്ട്സ് എന്താണെന്ന് കറക്റ്റ് അയാൾ റിഫ്ലെക്റ്റ് ചെയ്യണം. ഒന്നെങ്കിൽ ജേർണൽ എഴുതിയിട്ട്, അല്ലെങ്കിൽ അയാളുടെ മെൻ്റൽ ടാസ്കുകളൊക്കെ ചെയ്തിട്ട് അയാളുടെ കൃത്യമായിട്ട് അയാളുടെ തോട്ട്സ് നമുക്ക് പറഞ്ഞു തരണം. ആ ഒരു തോട്ട്സ് കറക്റ്റ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്താണ് ഇതിൽ ഒരു കോർ ബിലീഫ് എന്താണ്, നെഗറ്റീവ് ഓട്ടോമാറ്റിക് തോട്ട്സ് എന്താണ്, ഇതെങ്ങനെയാണ് ഇങ്ങനെ ആയിത്തീർന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കൗൺസിലറുടെ റോൾ എന്ന് പറയുന്നത് കൊളാബറേറ്റീവ് പാർട്ട്ണർ ഹൂ ഹെൽപ്സ് റീസ്ട്രക്ചറിങ് തിങ്കിങ്. അപ്പോൾ അയാളുടെ തോട്ട് പാറ്റേൺസിലുള്ള ഇറാഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇനാക്യുറസികൾ എന്തൊക്കെയാണ്, നെഗറ്റീവ് പാറ്റേൺസ് എന്തൊക്കെയാണ്, കോർ ബിലീഫ് എന്താണ് അയാൾ ഉണ്ടാക്കി വെച്ചത്, ഇതൊക്കെ പലതരം ടെക്നിക്കുകൾ യൂസ് ചെയ്ത് മനസ്സിലാക്കിയെടുത്തിട്ട് അതിനെ റീസ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാന്നുള്ള ഒരു കൊളാബറേറ്റീവ് പാർട്ട്ണർ റോളാകുന്നു കൊഗ്നിറ്റീവ് തെറാപ്പിയിൽ ഒരു കൗൺസിലർക്കുള്ളത്. കൊഗ്നിറ്റീവ് തെറാപ്പിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് ആണ്. അതായത് ഐഡൻറ്റിഫൈയിങ് ആൻഡ് റീപ്ലേസിങ് നെഗറ്റീവ് തോട്ട്സ്. അയാളുടെ നെഗറ്റീവ് തോട്ട്സ് എന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അതിന് നമ്മൾ കൃത്യമായിട്ട് സൈക്കോ എഡ്യൂക്കേഷൻ കൊടുത്തിട്ട് നമ്മൾ ക്ലിയർ ചെയ്യുന്നു. ഇങ്ങനെയല്ല, ഈ സിറ്റുവേഷനിൽ ഇങ്ങനെയാണെന്നൊക്കെയുള്ള രീതിയിൽ അതിന് കൃത്യമായ പാറ്റേണുകളുണ്ട്. അങ്ങനെ കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് നടത്തുന്നു. അതുപോലെ സോക്രാറ്റിക് ക്വസ്റ്റ്യനിങ്, അതായത് ആസ്കിങ് ക്വസ്റ്റ്യൻസ് ടു ചാലഞ്ച് ഇറാഷണൽ തോട്ട്സ്. അയാളുടെ ഇറാഷണൽ തോട്ട്സിനെ ചാലഞ്ച് ചെയ്യുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, സോക്രാറ്റിക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അയാളെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിങ്ങനെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഉത്തരം മുട്ടിക്കുന്ന രീതിയിൽ ഉണ്ടാവില്ലേ, അതായത് അയാളുടെ പ്രോബ്ലം എന്താണ് എന്ന് അയാൾക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിങ് ആണ് സോക്രാറ്റിക് ക്വസ്റ്റ്യനിങ് എന്ന് പറയുന്നത്. അതുപോലെ തോട്ട് റെക്കോർഡ്, അയാളുടെ തോട്ട്സിനെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്, ഡയറി ഓഫ് തോട്ട്സ്, ഫീലിങ്സ് ആൻഡ് റിയാക്ഷൻസ്. അയാൾ ഒരു ഹോംവർക്കായിട്ട് നമുക്ക് കൊടുക്കേണ്ടതാണ് അയാളുടെ തോട്ട്സിന് ഒരു ഡയറി ആയിട്ട് ചെയ്ത്, ഫീലിങ്സ് അത് റിയാക്ഷൻസിനൊക്കെ അയാളുടെ തോട്ട്സ്. അയാൾക്കൊരു നെഗറ്റീവ് തോട്ട്സ് വന്നു, ആ നെഗറ്റീവ് തോട്ട്സിൽ നിന്ന് അയാൾക്കുണ്ടായ ഫീലിംഗ് എന്താണ്, അതിൽ അയാൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്തത്, ആ ഒരു പാറ്റേണിൽ അയാൾ ഡയറി ചെയ്ത് ഓരോ ദിവസത്തെയും ഡയറി എഴുതിപ്പിക്കാം. അങ്ങനെ പല രീതിയിൽ നമ്മൾ ഇനിയിപ്പോൾ ചില ക്ലയൻസിന് അങ്ങനെ സ്വന്തമായിട്ട് അങ്ങനെ ഡയറി ഒന്നും എഴുതാൻ കഴിയില്ലെങ്കിൽ നമ്മൾ അവർക്ക് ചില ക്വസ്റ്റ്യൻസ് പോലെ കൊടുക്കാം, ചില സിറ്റുവേഷൻസ് പോലെയൊക്കെ നമ്മൾ കൊടുത്തിട്ട് ആ ഒരു സിറ്റുവേഷനിൽ ഇയാളുടെ തോട്ട്സ് എന്ത്, ഫീലിങ്സ് എന്ത്, റിയാക്ഷൻ എന്ന രീതിയിൽ നമ്മൾ തോട്ട് റെക്കോർഡ് ചെയ്യിപ്പിക്കുന്നു. അതുപോലെ ബിഹേവിയറൽ എക്സ്പെരിമെൻറ്റ്സ് നടത്തുന്നു, അതായത് ടെസ്റ്റിംഗ് ബിലീവ്സ് ബൈ ട്രൈങ് ന്യൂ ആക്ഷൻസ്. ഇപ്പോൾ അയാളിൽ കുറേ കോർ ബിലീഫ് ഉണ്ടാവുമല്ലോ, ആ ബിലീഫ്സിനെ നമ്മൾ സൈക്കോ എഡ്യൂക്കേഷൻ കൊടുത്തിട്ട് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ചില ന്യൂ ആക്ഷൻസിനെ നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നു. അങ്ങനെയാണ് ബിഹേവിയറൽ എക്സ്പെരിമെൻറ്റ്സ് നടത്തുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കേണ്ട കുറച്ചധികം സ്റ്റെപ്സൊക്കെ ഉള്ള കാര്യങ്ങളാണ്. ഇത്തരം ടെക്നിക്കുകളാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്, സോക്രാറ്റിക് ക്വസ്റ്റ്യനിങ്, തോട്ട് റെക്കോർഡ്, ബിഹേവിയറൽ എക്സ്പെരിമെൻറ്റ്സ്, ഇതൊക്കെയാണ് നടത്തുന്നത്. ഇതിൻ്റെ ഒരു ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് സ്ട്രോങ് റിസർച്ച് സപ്പോർട്ട് ഉണ്ട്, എഫക്റ്റീവ് ഫോർ ഡിപ്രഷൻ ആൻഡ് ആങ്സൈറ്റിക്ക് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ CBTയുടെ ഒരു ആരൻ ടി പെഗ് കൊണ്ടുവന്ന ട്രഡീഷണൽ CBT ഈസ് ബെസ്റ്റ് ഫോർ ഡിപ്രഷൻ ആൻഡ് ആങ്സൈറ്റി. ഇനി ഇതിൻ്റെ തന്നെ കുറച്ചും കൂടി ഒരു അഡ്വാൻസ്ഡ് വേർഷൻസ് ഉണ്ട്. നമ്മൾ സ്കീമ തെറാപ്പി, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിലൊക്കെ നമ്മൾ സ്കീമ തെറാപ്പി അല്ലെങ്കിൽ DBT, ഡയലക്റ്റിക്കൽ ബിഹേവിയറൽ തെറാപ്പി യൂസ് ചെയ്യാറുണ്ട്. ഇതിൻ്റെയൊക്കെ തന്നെ ഒരു അഡ്വാൻസ്ഡ് വേർഷനാണ്, ഈ ഒരു ഫ്രെയിംവർക്കിൽ നിന്നുകൊണ്ടുള്ള, പക്ഷേ കുറച്ചധികം മാറ്റങ്ങളുണ്ട്. അപ്പോൾ ആരൻ ടി പെക്കിൻ്റെ സ്റ്റുഡൻസ് പലരും പല ഡിസോർഡേഴ്സിലും ഇത് അപ്ലൈ ചെയ്തപ്പം ഇത് അത്ര തന്നെ വർക്ക് ചെയ്യുന്നില്ല എന്ന് കണ്ടിട്ട് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളതാണ്. നമ്മൾ OCDയിൽ ബെസ്റ്റാണ് CBT, പക്ഷെ അതിൽ കുറച്ചും കൂടിയും ഒരു ഡിഫറെൻറ്റ് മോഡിലാണ് നമ്മളിത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഡിപ്രഷൻ, ആങ്സൈറ്റി, OCD, അതുപോലെ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിനും ഒക്കെ വളരെ ബെസ്റ്റായിട്ടുള്ള ഒരു മെത്തേഡാണ്
CBT എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോഗ്നിറ്റീവ് തെറാപ്പി. നമ്മൾ പലപ്പോഴും കോഗ്നിറ്റീവ് ആൻഡ് ബിഹേവിയറൽ തെറാപ്പിനെ കമ്പൈൻ ചെയ്തുകൊണ്ട് CBT ആയിട്ടാണ് കൊടുക്കാറുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് സ്ട്രക്ചർ ആൻഡ് ഗോൾ ഓറിയൻറ്റഡ്. കൃത്യമായിട്ട് ഒരു സ്ട്രക്ചർ ഇതിനുണ്ട്. എങ്ങനെയാണ് നമ്മൾ സെഷൻസ് പ്ലാൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓർഡർ എങ്ങനെയാണ് പോവേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ട്രക്ചേർഡ് ആണ്. അതുപോലെ ഗോൾ ഓറിയൻറ്റഡ് ആണ്. കൃത്യമായിട്ടൊരു ഗോൾ ഉണ്ട്, ഇന്ന പ്രശ്നങ്ങളാണുള്ളത്, അത് ഇന്ന രീതിയിലേക്ക് ആക്കണം എന്നുള്ള ഒരു ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടാണ് പോകുന്നത്. ഇതിന് ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് മേ നോട്ട് വർക്ക് വെൽ ഫോർ പീപ്പിൾ വിത്ത് ലോ ഇൻസൈറ്റ് ഓർ സിവിയർ ഡിസോർഡേഴ്സ്. ആക്ച്വലി CBT നന്നായിട്ട് വർക്ക് ചെയ്യുക കുറച്ചുകൂടി എഡ്യൂക്കേറ്റഡ് ആയിട്ട് നല്ല ഇൻസൈറ്റ് ഉള്ള ആളുകളിലാണ്. അതല്ലാത്ത ആളുകളിൽ കുറച്ചധികം റിസ്ക് ആണ്. ഇതിൻ്റെ ടേംസ് ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ കുറച്ചൊരു പ്രയാസമായിരിക്കും. അതുപോലെ സിവിയർ ഡിസോർഡേഴ്സ് ഉള്ള ആളുകളിൽ, ഇൻസൈറ്റ് ഇല്ലാത്ത ആളുകളിലൊന്നും ഇത് വർക്ക് ആവണം എന്നില്ല. ഇത് വർക്ക് ആവാൻ കുറച്ചധികം റിസ്ക് ആണ്, അവരിലേക്ക് ഇൻസൈറ്റ് കൊണ്ടുവരാൻ റിസ്ക് ആണ്. അപ്പം അങ്ങനെയുള്ളതിൽ ഇത് അത്രത്തോളം വർക്ക് ആവണം എന്നില്ല. ഇനി വരുന്നത് REBT ആണ്, അതായത് റാഷണൽ ഇമോട്ടീവ് ബിഹേവിയർ തെറാപ്പി. ഇതും ഒരു ടൈപ്പ് ഓഫ് CBT തന്നെയാണ്. ആൽബർട്ട് എലീസ് ആണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇൻ 1955 ആൽബർട്ട് എലീസ് ആണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇദ്ദേഹം കമ്പൈൻസ് തോട്ട്സ്, ഇമോഷൻസ് ആൻഡ് ആക്ഷൻസ്. ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, തോട്ട്സിനെയും ഇമോഷൻസിനെയും ആക്ഷൻസിനെയും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. ഫോക്കസസ് ഓൺ ഇറേഷണൽ ബിലീഫ്സ് ദാറ്റ് ലെഡ് ടു ഡിസ്ട്രെസ്. നമുക്കുണ്ടാകുന്ന ഡിസ്ട്രെസ്സുകളൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ഇറേഷണൽ ബിലീഫ്സിൻ്റെ ഫലമായിട്ടാകുന്നു. അതിനെയാകുന്നു ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. ഇതിൽ അസംഷൻസ് എന്ന് പറയുന്നത് നോട്ട് ദ ഇവൻറ്റ് ബട്ട് അവർ ബിലീഫ് അബൌട്ട് ഇറ്റ് കോസസ് ഫീലിങ്സ്. ഒരു ഇവൻ്റ് അല്ല ശരിക്കും നമുക്കൊരു പ്രശ്നം ഉണ്ടാക്കുന്നത്, ആ ഇവൻറ്റിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന നമ്മുടെ ബിലീഫാകുന്നു ആ ഒരു ഫീലിങ്സ് ഉണ്ടാക്കുന്നത്, അല്ലെ? ഒരു സിറ്റുവേഷനെ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിനനുസരിച്ചിട്ടാണ് നമുക്കൊരു ഡിസ്ട്രെസ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു ഫീലിംഗ് ജനറേറ്റ് ചെയ്യുന്നത്. ചേഞ്ചിങ് ഇറേഷണൽ ബിലീഫ്സ് ലെഡ് ടു ബെറ്റർ ഇമോഷണൽ കൺട്രോൾ. ഇത്തരം നമ്മൾ ക്രിയേറ്റ് ചെയ്ത, നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഇറേഷണൽ ബിലീഫിനെ മാറ്റുന്നതിലൂടെ നമുക്ക് നല്ല ഒരു ഇമോഷണൽ കൺട്രോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. സോ ദ സോഴ്സ് ഓഫ് സൈക്കോളജിക്കൽ പ്രോബ്ലം ആർ ഇറേഷണൽ തോട്ട്സ്. These thoughts are generated by the clients themselves and therefore, according to REBT, the cause of psychological distress are the client themselves. അപ്പോൾ നമ്മൾ ഒരു സിറ്റുവേഷനിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഇറേഷണൽ തോട്ട്സ് ആകുന്നു ഒരു പ്രോബ്ലം ബിഹേവിയർ അല്ലെങ്കിൽ ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ സൈക്കോളജിക്കൽ ഡിസ്ട്രെസ് എന്ന് പറയുന്നത് അതിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്, ക്ലയൻറ്റിന് തന്നെയാണ്. Cognitions, emotions and behaviors are interrelated and interact with each other. Therefore, changes in cognition will eventually bring about behavior change. അപ്പോൾ നമുക്കൊരു കോഗ്നീഷൻ, നമ്മൾ നേരത്തെ CBTയിൽ പറഞ്ഞതുപോലെ തന്നെ കോഗ്നീഷനും ഇമോഷനും ബിഹേവിയറും ഇത് ഇൻ്റർ ആണ്. ഒരു ഇറേഷണൽ ആയിട്ടുള്ള തോട്ടിൽ നിന്നാകുന്നു ഒരു നെഗറ്റീവ് ഇമോഷൻ ഉണ്ടാകുന്നതും ഒരു നെഗറ്റീവ് ബിഹേവിയർ ഉണ്ടായിത്തീരുന്നതും. അതുകൊണ്ട് ഈ നെഗറ്റീവ് കോഗ്നീഷൻ മാറ്റുന്നതിലൂടെ തന്നെ ഈ ബിഹേവിയറൽ ചേഞ്ച് നമുക്ക് ഉണ്ടാകും. Elise also believed that an individual's connectedness with other people in her community also determines her psychological well-being. അതായത് കുറച്ചും കൂടിയും ഒരു അയാൾ ജീവിക്കുന്ന കമ്മ്യൂണിറ്റിയിലേക്ക് ഒന്നുകൂടി ഒരു കണക്റ്റഡ്നെസ് ഉണ്ടെങ്കിൽ അതൊന്നുകൂടി അയാളുടെ സൈക്കോളജിക്കൽ വെൽബീയിങ് ഉണ്ടാക്കും എന്ന് പറയുന്നു. The process of therapy is an educational one, where the therapist is an expert and the client takes on the role of a student. ഇവിടെ ശരിക്ക് തെറാപ്പിസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടീച്ചർ റോളാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് ഒരാൾക്കൊരു മാലഡാപ്റ്റീവ് ബിഹേവിയർ ഉണ്ടാകുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ തോട്ട്സിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ ഒരു പാറ്റേൺ കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു ടീച്ചർ സ്റ്റുഡൻറ്റ് റോളാണ് ഇവിടെ ശരിക്കും ഒരു ആസ് എ പിന്നെ ക്ലയൻറ്റും കൗൺസിലറും തമ്മിൽ വരുന്നത്. അപ്പോൾ ഇതിലൊരു ABCDE മോഡലാണ് ഇതിൽ പറയുന്നത്. നമ്മൾ നേരത്തെ ABC മോഡലിൽ പറഞ്ഞതുപോലെ ഇതിവിടെ ABCDE മോഡലാണ്. ഒരു ആക്ടിവേറ്റിംഗ് ഇവൻ്റ് ഉണ്ട്, അതിൽ നിന്നുണ്ടാകുന്ന ഒരു ബിലീഫ്, അത് അധികവും ഇറേഷണൽ ആയിരിക്കും. അതിന് കോൺസിക്വൻസസ് ആയിട്ട് ഒരു ഇമോഷൻസ് ഒരു ആക്ഷൻസ് ഉണ്ടാക്കുന്നു, പിന്നെ ഒരു ഡിസ്പ്യൂട്ടിംഗ് ബിലീഫ്സ് ഉണ്ടാക്കുന്നു, പിന്നെ എഫക്റ്റീവ് ന്യൂ ബിലീഫ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യുന്നു. ആ ബിലീഫ്സിനെ നമ്മൾ ഡിസ്പ്യൂട്ട് ചെയ്യുന്നു, പിന്നെ നമ്മൾ എഫക്റ്റീവ് ന്യൂ ബിലീഫ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ടാർഗറ്റ് ബിലീഫ്സ് ലൈക്ക് ഐ മസ്റ്റ് ബി പെർഫെക്റ്റ് ഓർ എവരി വൺ മസ്റ്റ് ലൈക്ക് മീ. എന്താ പറയുക, നമുക്കങ്ങനെയല്ല, ഐ മസ്റ്റ് ബി പെർഫെക്റ്റ്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഒരു തെറ്റുണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു നമ്മൾ വിശ്വസിച്ച് വെച്ചിരിക്കുന്ന ഒരു കാര്യം,
അല്ലേ? അല്ലെങ്കിൽ എല്ലാവരും ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യണം എന്നുള്ള ഒരു എന്താ പറയുക ബിലീവ്സാണ് നമുക്ക് ഉണ്ടാവുക. അപ്പം അങ്ങനെയല്ല, ഇറ്റ്സ് ഓക്കെ ടു മേക്ക് മിസ്റ്റേക്ക് എന്നുള്ള ഒരു ലെവലിൽ. അപ്പോൾ എല്ലാവർക്കും ഒരു കാര്യത്തിന് പെർഫെക്റ്റ് ആവാൻ കഴിയൂല. ചില അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതുണ്ടാകും. അതിനെങ്ങനെ ഡീൽ ചെയ്യും, അതിനെയാണ് ഇവിടെ ടാർഗറ്റ് ചെയ്യുന്നത്. ഐ മസ്റ്റ് ബി പെർഫെക്റ്റ് ഓർ എവരി വൺ മസ്റ്റ് ലൈക്ക് മീ എന്ന് പറയുന്ന രീതിയിലുള്ള തോട്ട്സിനെയാണ് അല്ലെങ്കിൽ ബിലീഫിനെയാണ് ഇവിടെ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ABCD എന്ന് പറയുന്നതിൽ ഒരു ആക്ടിവേറ്റിംഗ് ഇവൻ്റ് ഉണ്ടാകുന്നു, ബിലീഫ്, പിന്നെ ഒരു ബിലീഫ് ഓഫ് ഇൻഡിവിജ്വൽ ഉണ്ടാക്കിയെടുക്കുന്നു, അതിൻ്റെ ഒരു കോൺസിക്വൻസ്, ഒരു ഇമോഷണൽ ബിഹേവിയറൽ കോൺസിക്വൻസ് ഉണ്ടാകുന്നു, ഡിസ്പ്യൂട്ടിംഗ് ഇൻ്റർവെൻഷൻ ഉണ്ടാകുന്നു, എഫക്റ്റീവ് ഓഫ് ഇൻ്റർവെൻഷൻസ്, നമ്മൾ ഒരു എഫക്റ്റീവ് ഇൻ്റർവെൻഷൻസ് ഒക്കെ നമ്മൾ കൊടുത്തിട്ട് പിന്നെ ന്യൂ ഫീലിങ്സിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ABCDEF വരെയുണ്ട്. നമ്മളൊരു ന്യൂ ഫീലിങ്സിന് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു മെക്കാനിസം, ഒരു ഈ REBTൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത്. നമ്മളിതിൽ തോട്ട്സിലും ബിഹേവിയറിലും ഇമോഷൻസിലും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലത്തെ ക്ലയൻറ്റ് ലേൺസ് ടു ഡിസ്പ്യൂട്ട് ആൻഡ് റീപ്ലേസ് ഇറേഷണൽ ബിലീവ്സ്. അയാളുടെ ഉള്ളിലുള്ള ഇറേഷണൽ ബിലീവ്സിനെ ഡിസ്പ്യൂട്ട് ചെയ്യാനും അതിനെ റീപ്ലേസ് ചെയ്യാനും വേണ്ടിയിട്ട് പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു സ്റ്റുഡൻറ് റോൾ. കൗൺസിലർ എന്ത് ചെയ്യുന്നു? ഡയറക്റ്റീവ് ചാലഞ്ചസ് ഫോൾട്ടി തിങ്കിങ് ലൈക്ക് എ ടീച്ചർ. അയാളുടെ ഫോൾട്ടി തിങ്കിങ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ ചാലഞ്ച് ചെയ്തിട്ട് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ഒരു ടീച്ചറെ പോലെ ഒരു ഗൈഡിങ് രീതിയിലാണ് ഇവിടെ കൗൺസിലർ ചെയ്യുന്നത്. REBTയിലുള്ള മെയിൻ ടെക്നിക്ക് എന്ന് പറയുന്നത് ഡിസ്പ്യൂട്ടിംഗ് ഇറേഷണൽ ബിലീഫ്സ് യൂസിങ് ലോജിക് ആൻഡ് എവിഡൻസ്. ലോജിക് ആൻഡ് എവിഡൻസ് യൂസ് ചെയ്ത് നമ്മൾ ഇറേഷണൽ ബിലീഫിനെ ഡിസ്പ്യൂട്ട് ചെയ്യുന്നു. പിന്നെ റേഷണൽ ഇമേജറി എന്ന് പറയുന്നൊരു ടെക്നിക്ക് ഉണ്ട്. അതായത് വിഷ്വലൈസിങ് പോസിറ്റീവ് കോപ്പിങ്ങിനെ നമ്മൾ വിഷ്വലൈസ് ചെയ്ത് പഠിപ്പിച്ചെടുക്കുന്നു. ഹോംവർക്ക് അസൈൻമെൻറ്റ്സ് കൊടുക്കുന്നു. പ്രാക്ടീസ് തിങ്കിങ് ഡിഫറെൻ്റ്ലി. ഒരു ഇവൻറ്റിൽ ഇപ്പോൾ ഒരു ഫ്രണ്ട് കോഫി ഷോപ്പിൽ വന്നില്ല എന്നുള്ളതാണ് ഒരു ഇവൻ്റ് എന്ന് വിചാരിക്കുക. ആ ഒരു ഇവൻറ്റിൽ ഇയാൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് എന്ന് വിചാരിക്കുന്നതിന് പകരം മറ്റെന്തൊക്കെ ചിന്തിക്കാൻ പറ്റും, അല്ലേ? നമ്മൾ ഒരു ഇവൻറ്റ് നമ്മൾ കൊടുക്കുന്നു. ആ ഇവൻറ്റിൽ നമ്മൾ വേറെ രീതിയിൽ അയാൾക്കൊരു ചിന്ത ഉണ്ടാകും. ആ ചിന്തയല്ലാതെ മറ്റെന്തൊക്കെ രീതിയിൽ ചിന്തിക്കാൻ പറ്റുമെന്ന് നമ്മൾ അയാൾ എന്ത് ചെയ്യുന്നു? പഠിപ്പിച്ചെടുക്കുന്നു. അങ്ങനെ പ്രാക്ടീസ് തിങ്കിങ് ഡിഫറെൻ്റ്ലി. ഇങ്ങനെ ഹോംവർക്ക് അസൈൻമെൻ്റ് ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ടെക്നിക്കായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഒരു REBTയുടെ ഒരു ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ക്ലിയർ, സ്ട്രക്ചർ ആൻഡ് ഡയറക്റ്റ് മെത്തേഡാണ്. നല്ലൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് REBT. അതിന് ഡയറക്റ്റ് മെത്തേഡാണ്. അതായത് ഇൻഡയറക്റ്റ് ഒന്നല്ല, ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ്. വർക്ക്സ് വെൽ ഫോർ ആങ്സൈറ്റി, ആങ്കർ, ഡിസ്ട്രെസ്. സ്ട്രെസ്, ആങ്സൈറ്റി, ആങ്കറിലൊക്കെ വളരെ നല്ല മെത്തേഡാണ് REBT എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് മേ ബി ടു ഫോഴ്സ്ഫുൾ ഫോർ സെൻസിറ്റീവ് ക്ലയൻസ്. ചില സെൻസിറ്റീവ് ആയിട്ടുള്ള ക്ലയൻസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഫോഴ്സ്ഫുൾ ആണ്. അത് നമ്മളൊരു ടീച്ചറുടെ റോളിൽ നിന്നിട്ട് ഇങ്ങനെ ചെയ്യുക, അങ്ങനെ ചെയ്യുക, ആ തോട്ട് മാറ്റുക എന്ന രീതിയിലൊക്കെ അയാളുടെ ഇറേഷണൽ ബിലീഫിനെ നമ്മൾ ഡിസ്പ്യൂട്ട് ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സെൻസിറ്റീവ് ക്ലയൻസിന് കുറച്ചുകൂടി ഫോഴ്സ്ഫുൾ ആയിട്ട് ഇത് ഫീൽ ചെയ്തേക്കാം. അസ്യൂംസ് പീപ്പിൾ ആർ ഓൾവേസ് റേഷണൽ. നമ്മൾ അസ്യൂം ചെയ്യുകയാണ് എല്ലാ ആളുകളും എപ്പോഴും റാഷണലായിട്ട് മാത്രമാണെന്നുള്ളൊരു അസംഷൻ ഉണ്ടാവുന്നുണ്ട്. ആക്ച്വലി അങ്ങനെ അല്ലല്ലോ. നമ്മൾ എല്ലാത്തിനെയും റേഷണലായിട്ട് മാത്രമല്ലല്ലോ കാണുന്നത്. റേഷണൽ അല്ലാതെ നമ്മൾ ഇപ്പോൾ ഒരു റിലീജിയസ് ബേസിലൊക്കെ നോക്കുമ്പോൾ ചിലതിനെയൊക്കെ നമ്മൾ അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്കതിനൊരു കൃത്യമായ എക്സ്പ്ലനേഷൻസ് ഇല്ലെങ്കിലും. അപ്പം അത്തരം ആളുകളിലൊക്കെ ഇത് ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം ഇതെല്ലാ കാര്യങ്ങളും റേഷണലായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇറേഷണൽ ബിലീഫിനെ റേഷണലൈസ് ചെയ്യുന്ന ഒരു രീതിയാണല്ലോ. അതാണ് ഇതിലൊരു ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. ഇനി വേറെ ചില കണ്ടംപററി തെറാപ്പീസ് ഒക്കെ ഉണ്ട്. ന്യൂ തെറാപ്പീസ് കമ്പൈൻ കോഗ്നിറ്റീവ് ആൻഡ് ബിഹേവിയറൽ മെത്തേഡ്. ഈ CBTനോട് പിന്നെ കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള പല തെറാപ്പികളുണ്ട്. DBT, ഡയലക്റ്റിക്കൽ ബിഹേവിയറൽ തെറാപ്പി ഫോർ ഇമോഷണൽ റെഗുലേഷൻസ്. നല്ല ഇമോഷണൽ ബേസ്റ്റ് ഒക്കെ ഉണ്ടാകുന്ന ക്ലയൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് DBT. അതുപോലെ ACT, ആക്സെപ്റ്റ് തോട്ട്സ്, ആക്ട് ഓൺ വാല്യൂസ്. ആക്സെപ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് തെറാപ്പി എന്ന് പറയുന്നതുണ്ട്. നമ്മളെ തോട്ടിനെ ആക്സെപ്റ്റ് ചെയ്യുക, അതുപോലെ വാല്യൂസിൻ്റെ ബേസിസിൽ നമ്മൾ ആക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു ഗ്രീഫ് തെറാപ്പിയിലൊക്കെ നമ്മളിത് മെയിൻലി യൂസ് ചെയ്യാറുണ്ട്. ആക്സെപ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് തെറാപ്പി പലപ്പോഴും മാരേജ് കൗൺസിലിംഗ് അല്ലെങ്കിൽ ഫാമിലി കൗൺസിലിംഗ് കൊടുക്കുന്നിടത്ത് നമ്മളത് ചെയ്യാറുണ്ട്. ഇനി മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് CBT ഉണ്ട്. അതായത് ഫോക്കസ് ഓൺ പ്രസൻറ്റ് മൊമെൻറ്റ്.
CBT തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ചില ടെക്നിക്കുകളാണ് മൈൻഡ്ഫുൾനെസ്. അതായത് അയാൾ ഇപ്പോൾ ജീവിക്കുന്ന, അയാൾ പ്രസൻ്റ്ലി എവിടെയാണോ ഉള്ളത് ആ പ്രസൻറ്റ് മൊമെൻറ്റിൽ ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കൊടുക്കുന്നതാണ്, നമ്മളിപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് നമ്മൾ കാണുന്ന എന്തൊക്കെ 5 കാര്യങ്ങൾ, കേൾക്കുന്ന 4 കാര്യങ്ങൾ, ടച്ച് ചെയ്യാൻ പറ്റുന്ന 3 കാര്യങ്ങൾ, സ്മെല്ല് ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങൾ, ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന 1 കാര്യം എന്ന രീതിയിൽ ആ ഒരു കാര്യത്തിലേക്ക് മാത്രം ഫോക്കസ് കൊടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത്, അങ്ങനെയുള്ള മൈൻഡ്ഫുൾനെസ് ഒരുപാടുണ്ട്, പല പല ടെക്നിക്കുകളുണ്ട് മൈൻഡ്ഫുൾനെസ്. അപ്പോൾ ഇങ്ങനെ മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് ആയിട്ടുള്ള CBT ഉണ്ട്. ഇതൊക്കെ കണ്ടംപററി ആയിട്ടുള്ള തെറാപ്പികളാകുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് ബിഹേവിയറൽ ആൻഡ് കോഗ്നിറ്റീവ് തെറാപ്പീസ് ആർ വൈഡ്ലി യൂസ്ഡ് ആൻഡ് എഫക്റ്റീവ്. നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് രോഗങ്ങളിൽ, മെൻ്റൽ ഡിസോർഡേഴ്സിൽ ഇത് വൈഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഈച്ച് ഹാസ് യുണീക്ക് മെത്തേഡ്സ് ബട്ട് ഷെയർസ് ദ കോൾ ഓഫ് ഹെൽപ്പിംഗ് ക്ലയൻറ്റ് ചേഞ്ച്. ഓരോന്നിലും ബിഹേവിയറൽ തെറാപ്പിയിലും കോഗ്നിറ്റീവ് തെറാപ്പിയിലും RBT, CBT, ACT, DBT എന്നൊക്കെ പറയുന്ന തെറാപ്പികളിലൊക്കെ ഒരു യുണീക്ക് മെത്തേഡുകളുണ്ട്. ഓരോന്നിനും ഓരോ യുണീക്നെസ് ഉണ്ട്, പക്ഷേ എല്ലാം ഷെയർ ചെയ്യുന്നത് ഒരേ ഗോളാകുന്നു. അതായത് ക്ലയൻറ്റിൽ ചേഞ്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. ക്ലയൻറ്റിൽ ചേഞ്ച് വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാത്തിൻ്റെയും ഗോൾ എന്ന് പറയുന്നത്. യൂസ്ഫുൾ ഫോർ എ റേഞ്ച് ഓഫ് പ്രോബ്ലംസ്, ആങ്സൈറ്റി, ഫോബിയാസ്, ഡിപ്രഷൻ, OCD, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ലൈക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലംസിനൊക്കെ ഒരു പരിധിവരെ യൂസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡാകുന്നു ഈ CBT അല്ലെങ്കിൽ ഇതുപോലെയുള്ള തെറാപ്പീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് 3 തെറാപ്പികളെ കുറിച്ചാണ്. അതായത് ബിഹേവിയറൽ തെറാപ്പി എന്താണ്, ആ ബിഹേവിയറൽ തെറാപ്പികളിലെ തിയററ്റിക്കൽ ഫ്രെയിംവർക്ക്, ഏതൊക്കെ തിയറീനെ ബേസ് ചെയ്തുകൊണ്ടാണ്, ആ തിയറി എങ്ങനെയാണ് ഇതിൽ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. കോഗ്നിറ്റീവ് തിയറിയിലേക്ക് വന്നപ്പോഴും അതിൻ്റെ ഒരു തിയററ്റിക്കൽ ഫ്രെയിംവർക്ക് നമ്മൾ പറഞ്ഞു. RBTയിലേക്ക് വന്നപ്പോഴും അതിൻ്റെ ഒരു തിയററ്റിക്കൽ ഫ്രെയിംവർക്ക്സ് പറഞ്ഞു. പിന്നെ നമ്മൾ ഇതിലെങ്ങനെയാണ് തെറാപ്പി ഡെവലപ്പ് ചെയ്തത്, അതെങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്, അതിൽ ഡിഫറെൻറ്റ് ടെക്നിക്കുകൾ എന്തൊക്കെയാണ്, അതിൽ കീ ഐഡിയാസ് എന്തൊക്കെയാണ്, അതിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, ഏതൊക്കെ ഡിസോർഡേഴ്സിലാണ് മെയിൻലി ഇത് യൂസ്ഫുൾ ആയിട്ടുള്ളത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.